ലീ ആണെങ്കിൽ അവളുടെ മുകളിലേക്ക് കിടന്നിട്ട് ജെനി എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. അതേസമയം ഇവിടെ നമ്മുടെ റൂബിനിരുന്ന് കരയാണ്. ജെനി നീ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ കിം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഹേയ് നീ ആരാ? ഓ അപ്പോൾ നീ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണോ? അപ്പോൾ റൂബിൻ പറയും എന്ത് ഡിഫക്റ്റീവ് പ്രോഡക്റ്റോ? അല്ല ഒരു നിമിഷം നിൽക്ക്, നിനക്കും എന്തൊക്കെയോ സൂപ്പർ പവർ ഉണ്ടെന്ന് പറഞ്ഞു, അത് സത്യമാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പാവം കിം പെട്ടെന്ന് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് 2 കൈ വെച്ചിട്ട് റൂബിനെ നോക്കി ഒരു ഒറ്റയടി. പക്ഷെ അവിടെയാണ് ഒരു കാര്യം, നമ്മുടെ റൂബിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. കാരണം റൂബിന്റെ പവർ അത്രയും വലുതാണ്, അത് ആ പാവത്തിന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ റൂബിനൊന്നും അറിയാത്തതുപോലെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കിമ്മിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കിം പെട്ടെന്ന് മുന്നിലേക്ക് വന്നിട്ട് വീണ്ടും തന്റെ കൈ വെച്ച് അടിക്കാണ്. അവൻ ഓരോ തവണ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂബിന്റെ ചുറ്റിലുള്ള കാറും മറ്റു കാര്യങ്ങളെല്ലാം അത് ചതഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ റൂബിന് മാത്രം ഒരു കുഴപ്പമില്ല. ഇത് കാരണം കിമ്മിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ഒരുപാട് തവണ കൈ വെച്ചിങ്ങനെ അടിക്കും. റൂബിന് ഒരു കുഴപ്പവും വരുന്നില്ല. അവിടെയാണ് ഒരു കോമഡി. നമ്മുടെ കിം അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് റൂബിൻ അതിനനുസരിച്ച് മ്യൂസിക് ഇടുന്നു. ജിന്താക്ക് ജിന്താക്ക് ജിം. അയ്യോ അത് നല്ല രസമാണ്. അതുപോലെ ഇവൻ ഓരോ തവണ ഇങ്ങനെ നിർത്താതെ അടിക്കുമ്പോഴത്തേക്ക് ആ ഒരു താളത്തിനൊത്ത് അവനെങ്ങനെ മ്യൂസിക് ഉണ്ടാക്കുകയാണ്. ഇതേ സമയം ഇവിടെ നമ്മുടെ ജൂമോ നമ്മുടെ ജെനിയുടെ ആ ഒരു ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവസാനം ആ ഒരു കണ്ടെയ്നർ തുറന്ന് അതിനകത്തേക്ക് കയറി വരും. വന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആരും കാണുന്നില്ല. അപ്പോഴാണ് മുകളിൽ നിന്നൊരു ശബ്ദം, എടാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ചോയ് പറയുമ്പോഴത്തേക്കും മുകളിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ചോയുടെ പിടി വിട്ടിട്ട് അവൻ നേരെ ജൂമോയുടെ മുകളിലേക്ക് വന്ന് വീഴും. അപ്പോൾ ജൂമോ ചോദിക്കും, അല്ല ഇത്രയും നേരം ചുമരിൽ ഒട്ടിയിരിക്കുമായിരുന്നോ? അപ്പോൾ ചോയ് വിടുന്ന് കള്ളം പറയും, എന്ത് ആരെങ്കിലും ചുമരിൽ പോയി ഇതേപോലെ ഒട്ടോ? ഇതൊരു മാജിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ പ്രാക്ടീസ് ചെയ്താണെന്ന് കള്ളം പറയുമ്പോൾ ചോയ് വീണ്ടും അവിടെ ഒട്ടിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചോയ് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഈ ഒരു സൂപ്പർ പവർ വർക്കാവും. അതുകൊണ്ടാണ് അവൻ ഓരോ തവണയും കള്ളം പറയുമ്പോൾ അവൻ ഓരോ സ്ഥലത്ത് ഒട്ടിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ ലീ ജെനിയുടെ അടുത്തിരുന്നിട്ട് കരയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചു, അവളെ ഇനിയിപ്പോൾ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവനിരുന്ന് കരയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജെനി വീണ്ടും കണ്ണുറക്കുന്നു. കാരണം അവൾ മരിച്ചിട്ടില്ല, അവൾ 2ാമത്തെ തവണയാണ് ഇപ്പോൾ ജീവനോടെ തിരിച്ചു വരുന്നത്. എന്താന്ന് വെച്ചാൽ ജെനി അവിടെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീ ഷർട്ട് ഇങ്ങനെ മാറ്റി നോക്കും. അപ്പോൾ നെഞ്ചിന്റെ ഭാഗത്ത് എന്തോ ഒരു മുറിവ് ഉണ്ടായതായിട്ടുള്ള ആ ഒരു പാടുണ്ടല്ലോ, അത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജെനിക്ക് കുട്ടിക്കാലത്ത് ഒരു ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ ഹാർട്ടിന്, ആ ഒരു പാടാണത്. അതുമല്ല ജെനി ഇപ്പോൾ കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മുറിവ്, കഴുത്തിലുണ്ടായിരുന്ന മുറിവ്, അതെല്ലാം മാറിപ്പോകുന്നുണ്ട്. ഇവിടെ വെച്ചാണ് മറ്റൊരു ടെസ്റ്റ് ആ ഒരു സയന്റിസ്റ്റും അവന്റെ കൂടെയുള്ള എല്ലാവരും അന്വേഷിക്കുന്ന ഒരിക്കലും മരണമില്ലാത്ത ആ ഒരു ഹൃദയം അതിപ്പോൾ നമ്മുടെ ജെനിക്കാണുള്ളത്. ഈ കാര്യം കൂടി അറിയുന്നതും ലീയുടെ ബോധം പോയിട്ട് അവൻ താഴെ വന്ന് വീഴുന്നു. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ജെനിക്ക് വന്നെന്ന് മാത്രം അറിയത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും ടെലിപ്പോർട്ടായിട്ട് റൂബിനുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കോമഡി. എന്താണെന്നറിയോ, അത്രയും നേരം നമ്മുടെ കിം അവന്റെ പവറെല്ലാം യൂസ് ചെയ്ത് അവൻ ഓവറായിട്ട് അവന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് അവന്റെ ശരീരത്തിന് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ അവൻ വയ്യാണ്ട് കിടക്കാണ്. പക്ഷെ റൂബിന്റെ കാര്യമാണ് കോമഡി. അവൻ ഇത്രയും നേരം കൈയിട്ട് അടിച്ചടിച്ച് ആ ഒരു കാറ്റില് നമ്മുടെ റൂബിൻ പാവം അവിടെ കിടന്ന് നല്ല ഉറക്കം. ഇപ്പൊ സാറ കിമ്മിനോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ പവർ അധികമായിട്ട് യൂസ് ചെയ്തതെന്ന്. നമ്മളെല്ലാവരും നമ്മളുടെ പവർ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റ് നമുക്കുണ്ടാവും, നമ്മൾ പെട്ടെന്ന് മരിച്ചു പോവും. അപ്പോഴാണ് ജോലി ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. അവിടെ വെച്ചിട്ടാണ് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക്. എന്താന്ന് വെച്ചാല് ഇവർ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു സെല്ലുണ്ട്, അതിനുള്ളിലാണ് കുട്ടിക്കാലത്ത് നമ്മുടെ ലീയെ അടച്ചിട്ടിരുന്നത്. അന്ന് ലീ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജോലി ഉണ്ടല്ലോ, അവൾ തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു റൂമിനകത്ത് ഒരുപാട് വെള്ളം ഉള്ളതുപോലെയും അതിലൂടെ ഒരുപാട് മീനുകൾ ഓടുന്നതുപോലെയും എല്ലാം നമ്മുടെ ലീക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതിന് കാരണം വേറെ ഒന്നല്ല, അവൾക്ക് ലീ അത്ര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വലുതായാലും നമ്മുടെ ജോലിക്ക് അവനോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന് ശേഷം നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ ജെനി ലീയനെയും കൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് വന്ന് അവന്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് അവന്റെ മുറിവ് ഈ രക്തവും കാര്യങ്ങളൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് അവന്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ സമയം നമ്മുടെ മുത്തശ്ശി മറ്റൊരു വഴിയിലൂടെ ജൂമോ ഉണ്ടല്ലോ അവന് പറഞ്ഞു വിടുന്നുണ്ട് ഇവരുടെ പിറകെ തന്നെ. അപ്പോൾ ജൂമോ ഇവർ ഫൈറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം തകർന്നു കിടക്കുന്നു. കൂടാതെ പലയിടങ്ങളിലെ രക്തക്കറയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മരിച്ച ഒരാളുടെ ഒരു ശരീരം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയെ വിളിച്ച് പറയുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, ഓക്കെ ജൂമോ, എന്തായാലും എൻ്റെ കൊച്ചുമകൾക്ക് സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ഒരിക്കലും അവൾ അറിയരുത്. എങ്ങനെയെങ്കിലും നമുക്ക് ജെനിയെ രക്ഷിക്കണം എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ജെനി ലീയെടുത്ത് വന്നിട്ട് അവനെ വൃത്തിയാക്കി എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ലീ ഇപ്പോൾ അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കും. എന്നിട്ട് പറയും, അമ്മ പോകരുത് എന്ന് പറയുമ്പോൾ ജെനി വെട്ടുന്നത്, ഹേയ് സാർ നിങ്ങൾ എന്തായി പറയുന്നത്, ഞാൻ നിങ്ങളുടെ അമ്മയൊന്നും അല്ല എന്ന് പറയുമ്പോൾ അവ സ്വപ്നത്തിലാണ് അവൻ്റെ അമ്മയെ പറ്റി പറയുന്നത്. അത് ഒരു ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ കരയുമ്പോഴത്തേക്കും
അതെല്ലാം കണ്ടിട്ട് ജെനി കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ അവ സ്വപ്നം കാണുമ്പോൾ ആ റൂമിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ജെനി നേരെ വരുന്നത് ആ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ്. അവിടെ വന്ന് അവൾക്കിടാനായിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ബാഗ് എടുത്ത് വെളിയിലേക്ക് പോകുമ്പോൾ മുത്തശ്ശി വന്ന് ജെനിയെ കാണും. ഹേയ് ജെനി, നീ എവിടേക്കാ പോകുന്നേ? മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ജെനി കുറച്ചു നേരം ആലോചിച്ചിട്ട് ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആലോചിച്ചിട്ട് ഇല്ല മുത്തശ്ശി, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് കള്ളം പറയും. അതുപോലെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി തീർക്കാനുണ്ട്, ഞാൻ മുത്തശ്ശിയെ പിന്നീട് വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ജെനി അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ലീ എഴുന്നേറ്റ് തന്റെ ഓഫീസിലേക്ക് ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കാണ് ലീക്ക് മുന്നേ തന്നെ ഇവര് മൂന്നൊരു ഓഫീസിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ലീ ഇവരെ കണ്ടിട്ട് ഹേയ് നിങ്ങൾ മൂന്നുപേരും എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ജെനി പറയും, അല്ല സാർ, നിങ്ങൾ തന്നെ കണ്ടില്ലേ, നമ്മൾ 4 പേരും അത്രയും നല്ല ടീമാണ്. കിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യന് എങ്ങനെയാണ് ഓടിച്ചു വിട്ടതെന്ന് നിങ്ങൾ തന്നെ കണ്ടതല്ലേ. ഓക്കെ, നമ്മുടെ ഹീറോയെ ഇതിന്റെ തമിഴ് ഡബ്ബ് കണ്ടതുകൊണ്ട് എന്തായാലും എനിക്ക് വാദിയാരെ എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യമാണ് നല്ല ഇഷ്ടമായത്. അതുകൊണ്ട് ലീ എന്തായാലും ജെനി വാദിയാരെ എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനും അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ ജെനി പറയും, വാദിയാരെ നിങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ലീ പറയും, ഏയ് എന്നെ ഇഷ്ടമാണെന്ന് വെറുതെ പറയുന്നതല്ലേ. അപ്പോൾ ജെനി, ഏയ് വെറുതെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. ദേ ഇങ്ങനെ ഉണ്ടോ ചോയ്, ഇങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നല്ല അവൾ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ റൂബിനുമായിട്ട് ജെനി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കാണ്. അപ്പൊ ഇതെല്ലാം കാണുന്നത് നമ്മുടെ ലീക്കുണ്ടല്ലോ, അവളെ കണ്ടിട്ട് നല്ല ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ലീ നമ്മുടെ ജെനിയെ നോക്കി ചിരിക്കുന്ന കാര്യം ഒളിച്ചു നിന്ന ജൂലി ഉണ്ടല്ലോ അവള് കാണുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു ദേഷ്യവും അസൂയയും തോന്നുന്നുണ്ട്, കാരണം അവള് ലീയെ ഇഷ്ടപ്പെടുവാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ 3 പേരെയും ഒരുമിച്ച് ഒരിടത്ത് ഇരുത്തിയിട്ടാണ് നമ്മുടെ ലീ ഇപ്പൊ അവർക്കുള്ള സൂപ്പർ പവർ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമത് നമ്മുടെ ചോയ്, അവൻ എപ്പോഴൊക്കെ സത്യം പറയുന്നു അപ്പോഴൊന്നും അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ അവൻ കള്ളം പറയുന്നത് എപ്പോഴാണോ അപ്പോഴായിരിക്കും അവന്റെ സൂപ്പർ പവർ വർക്കായിട്ട് അവൻ എവിടെയെങ്കിലും ഒട്ടിയിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ചോയ് ജെനി എന്തോ ഒരു കാര്യം പറയും. അപ്പൊ ജെനി, ഓ അപ്പൊ എന്നെ അടിക്കുമെന്നാണോ, ശരി ഒന്ന് അടിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് തല വെച്ച് ചോയിനെ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചോയ് അതേപോലെ തന്നെ റൂബിൻ, ജെനി ഇവർ 3 പേര് കുട്ടികൾ വഴക്കുണ്ടാക്കുന്ന പോലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലീ ഇതിനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് മിഠായി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് ഇവർ 3 പേരും ഈ കുട്ടികളെ നോക്കുമല്ലോ മിഠായി കാണുമ്പോഴത്തേക്കും അതുപോലെ നോക്കി എന്നിട്ട് ഇപ്പോൾ 3 പേർക്കും മിഠായി കൊടുത്ത് അത് കഴിഞ്ഞാണ് ഇവരോട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ റൂബിൻ എങ്ങനെയാണ് ആ ഒരു സൂപ്പർ പവർ വർക്കാവുന്നതെന്ന് വെച്ചാൽ അവനെ ആരെങ്കിലും ഭയങ്കരമായിട്ട് കളിയാക്കണം, അത് വെറുപ്പിക്കുന്ന രീതിയിൽ കളിയാക്കി എന്തെങ്കിലും പറയണം. അപ്പോഴാണ് അവന്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യമെല്ലാം വന്നിട്ട് അവൻ അത്രയും സൂപ്പർ പവർ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഹീറോയിൻ ജെനി, അവൾക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് അധികമാവണം, എന്നാലേ അവൾക്ക് അവളുടെ സൂപ്പർ പവർ വർക്കാവത്തുള്ളൂ. അപ്പൊ ജെനി പറയും, നീ പറയുന്നത് ശരിയാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല, ഞാൻ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലീ പെട്ടെന്ന് അവളെ പേടിപ്പിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ഫീൽ ആവുന്നില്ല. അപ്പോൾ പറയും, ശരി നീ അവിടെ പോയിരുന്നിട്ട് ബുക്ക് വായിച്ചോ, ഇവരുടെ കാര്യം ഞാൻ നോക്കാമെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അവരുടെ പവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് ഈ പാറ്റ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കയറി വരുന്നത് പോലെ. അപ്പൊ ഇത് കാണാൻ കഴിയുന്നത് ജെനിക്ക്, റൂബിന്, അതേപോലെ തന്നെ ചോയ്ക്ക്. ഇവർ 3 പേരെ പേടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലീക്ക് മാത്രം ആ ഒരു മീനുകളൊക്കെ ഉണ്ടല്ലോ അവൻ കുട്ടിക്കാലത്ത് കണ്ട അതുപോലെയാണ് അവന് കാണുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന ഒരേ ഒരാൾ നമ്മുടെ സാറ മാത്രമാണ്. ഇപ്പൊ ഇവർക്ക് 3 പേർക്കും ആ ഒരു പാറ്റയും കാര്യങ്ങളൊക്കെ വലുതായിട്ട് വരുന്നത് പോലെയും ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെയെല്ലാം ഇവർ അതിനോട് തിരിച്ചെല്ലാം ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് സാറ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ലീ, എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ പറയും, ഇല്ല നിന്നെ മിസ് ചെയ്തു, അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാണ്. സത്യത്തില് അച്ഛൻ എന്നെ കൊണ്ടുപോയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വന്നേനെ എന്ന് പറയുമ്പോൾ ലീ പറയും, സത്യം പറയാലോ അയാൾ നിങ്ങളെ എല്ലാവരെയും മനസ്സ് മാറ്റി നിർത്തിയേക്കാണ്, ഇതെല്ലാം അറിഞ്ഞിട്ടും നീ അവരോടൊപ്പം നിൽക്കാണെന്ന് പറയുമ്പോൾ സാറ പറയും, അല്ല അവരെൻ്റെ കുടുംബമായതുകൊണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളെ ഇപ്പോഴും അന്വേഷിച്ചു വന്നത്, ഞങ്ങളെല്ലാവരും ശരിയാക്കാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ലീ പറയും, പക്ഷെ അയാൾ പരീക്ഷണം എന്നുള്ള രീതിയിൽ എത്ര കുട്ടികളെ കൊന്നെന്നറിയോ, അതുപോലെ നിങ്ങളെയും അയാൾ കൊല്ലുമെന്ന് പറയുമ്പോൾ സാറ് പറയും, ഇല്ല അച്ഛൻ നമ്മളെ ശരിയാക്കാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ നീ വിശ്വസിക്കുന്നത്, ശരി നിന്നെ ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ലീ തിരിച്ചു കിടക്കുമ്പോൾ സാറ് പറയും, ഓ ആ ഒരു 3 മണ്ടന്മാർക്കും നീ ലീഡർ ആയതുകൊണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്നാണോ വിചാരിക്കുന്നത് എന്ന് പറയുന്നതും ലീക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് അവന്റെ പവർ വെച്ചിട്ട് അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് ഇപ്പോൾ വീണ്ടും എല്ലാം പഴയ അവസ്ഥയിലേക്ക് ആക്കിയിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ലീ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് ജെനി വന്നിട്ട് അവനോട് സംസാരിച്ച്, അന്ന് ആ ഒരു ഫൈറ്റ് നടന്ന് നമ്മളൊരു സ്ഥലത്ത് പോയില്ലേ, അവിടെ വെച്ചിട്ട് സത്യത്തിൽ ഞാൻ മരിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വെച്ചാണ് ലീ ആ ഒരു സത്യം പറയുന്നത്. എനിക്ക് കുട്ടിക്കാലത്ത് കെവിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു, അവന്റെ ഉള്ളിലും ഇതുപോലെ മരണമില്ലാത്തൊരു ഹൃദയം ഉണ്ടായിരുന്നു. സത്യത്തിൽ അതാണ്
ആ ഒരു സയന്റിസ്റ്റും അവന്റെ കൂടെയുള്ള ആളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ നിന്റെ ഉള്ളിലും അതുപോലെ ഒരു ഹൃദയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് നീ കെവിൻ അല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ സംശയം തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളിലാണ് കെവിന്റെ മരണമില്ലാത്ത ആ ഒരു ഹൃദയം ഉള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന ജെനി പറയും, എന്ത് എന്റെ ഉള്ളില് മരണമില്ലാത്ത ഹൃദയം ഉണ്ടെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ലീ ചോദിക്കും, ശരി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കുട്ടിക്കാലത്ത് നിന്റെ ഹൃദയത്തിന് എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നു. ഒരുപക്ഷെ അന്ന് നിന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും കെവിന്റെ ഹൃദയം നിനക്ക് വെച്ചിട്ടുണ്ടായിരിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ 20 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ മുത്തശ്ശിയില്ലേ ആ ഒരു റിസർച്ച് സെന്ററിന് നിന്റെ മുത്തശ്ശിയും പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ജെനി പെട്ടെന്ന് ഷോക്കായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ടാണ് മുത്തശ്ശിയോട് ചോദിക്കുന്നത്, എൻ്റെ 7 വയസ്സിൽ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? എൻ്റെ ഹൃദയത്തിനുള്ള ഓപ്പറേഷൻ ആയിരുന്നു അതോ ഹൃദയം മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു? ഒന്നും മറക്കരുത്, എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി, അതുകൊണ്ട് സത്യം എന്താണെന്ന് പറയുമ്പോൾ ഇവിടെയാണ് മുത്തശ്ശി മറ്റൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. എന്താന്ന് വെച്ചാൽ 20 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ആക്സിഡന്റ് അവിടെ നടക്കുമ്പോഴത്തേക്കും കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ തലയിലൂടെ ആ വലിയ കല്ല് വീണതുകൊണ്ട് അവന്റെ തലച്ചോറ് പെട്ടെന്ന് ഡാമേജ് ആയി. പക്ഷെ അവന് ജീവനുണ്ടായിരുന്നു, അവൻ മരിച്ചിട്ടുമില്ല. അതുകൊണ്ട് കിടന്ന കിടപ്പിൽ തന്നെ അങ്ങനെ കിടക്കുമായിരുന്നു. അവന്റെ ശരീരം കൊണ്ടും വേറൊരു ഗുണവുമില്ല. അതുകൊണ്ടാണ് ഈ മുത്തശ്ശിയും അവിടെയുള്ള ഡോക്ടർമാരും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് മുത്തശ്ശിയുടെ കൊച്ചുമകളായിട്ടുള്ള നമ്മുടെ ജെനിക്ക് ഹൃദയത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പയ്യന്റെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് അത് നമ്മുടെ ജെനിക്ക് വെക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. അങ്ങനെ മാറ്റിവെച്ചതിന് ശേഷം നിന്റെ ഹൃദയം കറക്റ്റായിട്ട് തന്നെ വർക്കായില്ല. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് വർക്കാവുന്നതെന്നും ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ജെനിക്ക് ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യമായിട്ട് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്താന്ന് വെച്ചാല് അവൾ കാരണം ഒരു ചെറിയ പയ്യൻ മരിച്ചു, അവന്റെ ഹൃദയമാണ് അവൾ വെച്ചേക്കുന്നത്. ഈ ഒരു വിഷമത്തില് ജെനി റോഡിലൂടെ നടന്നു പോവാണ്. അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്ന് നമ്മുടെ ലീ കാണുന്നുണ്ട്. അവൾ വിഷമിച്ച് കരയുന്നത് മറ്റു കാര്യങ്ങളെല്ലാം. സോറി കെവിൻ, ഞാൻ കാരണമാണ് നിനക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൾ വിഷമിച്ച് നടന്നു പോകുമ്പോൾ ഈ റോഡിലെ ഡ്രെയിനേജ് ഉണ്ടല്ലോ അതെല്ലാം ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. പക്ഷെ അവൾ നടന്നു വരുമ്പോൾ അത് അടയുന്നു. വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നു. ഈ കമ്പ് കൊള്ളി ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറിപ്പോകുന്നു. ഇപ്പോൾ പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ മുകളിലൊരു കുട വരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ലീ ആണ്, വേറൊന്നുമല്ല. മറ്റാരെങ്കിലൂടെ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ലീ എപ്പോഴും ജെനിയുടെ പിറകെ തന്നെ നടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെനി ലീയോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോയിട്ട്, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കഴിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരും. എന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജെനി പറയുന്നത്, കെവിൻ ഇപ്പോഴും മരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ഫ്രണ്ടിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലായിരുന്നു അല്ലേ എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ റൂബിനുണ്ടല്ലോ അവ 2 കവറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെ കാണുന്നതും ദേ നിങ്ങൾക്കുള്ള ആഹാരമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതോ നമ്മുടെ മുത്തശ്ശി ജെനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണ്. എന്നിട്ട് റൂബിൻ പറയും, ഹേയ് ജെനി, നീ മുത്തശ്ശിയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ദേ നിനക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇത്രയും ആഹാരങ്ങൾ ഉണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന പാവം നമ്മുടെ ജെനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അവൾ കരയാണ്, കാരണം എത്രയൊക്കെ മുത്തശ്ശിയുടെ വഴക്കുണ്ടാക്കിയാലും ആ മുത്തശ്ശി അവൾ നല്ലതുപോലെ തന്നെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെനി വീണ്ടും തന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് വന്നിട്ടാണ് പറയുന്നത്, എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി, സത്യത്തില് കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. അവന്റെ ശരീരം കൊണ്ടും ഒരു പ്രയോജനമില്ലായിരുന്നു. ഈ സത്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന്, അറിയാം, എനിക്ക് വഴക്കിടാനും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനല്ല നീ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഈ മുത്തശ്ശിയും നല്ലതുപോലെ വിഷമിച്ചിട്ട് അങ്ങനെ കരയുമ്പോഴത്തേക്കും ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കും എന്തോ വിഷമം വരും. എന്നിട്ട് പറയും, ഓക്കെ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെ എല്ലാം കഴിച്ചു, ഇനി എന്തായാലും നല്ലൊരു പെൺകുട്ടിയെ പോലെ ഇരിക്കണ്ടേ, അതുകൊണ്ട് എല്ലാം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ജെനിയും റൂബിനും രണ്ടുപേരും നമ്മുടെ ലീയുടെ വീട്ടിൽ പോയാണ് താമസിക്കുന്നത്. അപ്പോൾ ലീ ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നേ? മുത്തശ്ശിയോട് താമസിക്കാനായിട്ട് കുറച്ച് മടുപ്പായി തുടങ്ങി, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അല്ല അപ്പോൾ എന്തിനാ ഇവൻ? അപ്പോൾ ജെനി പറയും, ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഇവനെ കൊണ്ടുവന്നതെന്ന് പറയും. അതുമല്ല കുറച്ചുകൂടി സൂപ്പർ പവറിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ ചോയ് ഉണ്ടല്ലോ അവനെയും കൊണ്ടുവന്നിട്ട് ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്താണ്, ഇവർ മൂന്നുപേരും ആ ഒരു കണ്ടെയ്നറിലേക്ക് ചെല്ലും. എന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് നമ്മുടെ ലീ ഇവരുടെ ആ ഒരു സൂപ്പർ പവറുകൾ അതെങ്ങനെയാണെന്നെല്ലാം ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അതുപോലെ തന്നെ ചെയ്തിട്ട് അവരുടെ സൂപ്പർ പവർ എന്താണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കും. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ചോയും റൂബിനും അവരുടെ പവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും നമ്മുടെ ജെനിക്ക് അത് മനസ്സിലായിട്ടില്ല, കാരണം അവൾക്ക് അവളുടെ ഹൃദയം ഇടിക്കണമല്ലോ. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കോഫി എടുത്ത് അവൾ കുടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഫി പൗഡറിലുള്ള കഫെയിൻ ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ചെല്ലുന്നതും അവളുടെ ഹൃദയം നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങുന്നു. ആ നിമിഷം തന്നെ അവൾ ടെലിപ്പോർട്ടായിട്ട് ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരുന്നു. പിന്നെയും
ഇതുപോലെ ടെലിപ്പോർട്ടായിട്ട് പലയിടങ്ങളിൽ പോയും വന്നും ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ തന്നെ മനസ്സിലായി ഒരു കോഫി പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ പവർ വർക്കായിട്ട് അവൾക്ക് ഇതുപോലെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന്. അത് കഴിഞ്ഞെന്താണ് നമ്മുടെ ജെനി കാണിക്കുന്ന വേലത്തിലെന്ന് വെച്ചാൽ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട. പല രാജ്യങ്ങളിൽ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം അവൾ പോയിട്ട് വരുന്നു, ആഹാരം വാങ്ങിക്കൊണ്ട് വരുന്നു, അവിടെയുള്ള സാധനങ്ങൾ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കാരണം അവൾക്ക് ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ പൈസ കൂടി വേണ്ട, അവൾക്ക് എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് വരാം. അങ്ങനെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീ ഇപ്പോൾ ജെനിയുടെ അടുത്തേക്ക് വന്നിട്ട്, ജെനി ഇങ്ങനെ വെറുതെ കിടക്കാൻ പാടില്ല, നിനക്ക് എത്ര കഫീൻ ആവശ്യമാണ്, നിനക്ക് ആരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും എന്നെല്ലാം നമുക്ക് നോക്കണം, ദേ നിന്റെ കൈ ഇങ്ങ് തന്നേന്നും പറഞ്ഞിട്ട് ജെനിയുടെ കൈ പിടിക്കുന്നതും അവൾ പെട്ടെന്ന് അവനെയും കൊണ്ട് വേറെ ഏത് സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് നമ്മുടെ ചോയ് കിടക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ജെനി തിരിച്ചു വരും. അപ്പോൾ ചോയ്, അല്ല നമ്മുടെ വാദ്യാരെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എന്നോട് ഭയങ്കരമായിട്ടും ഒലിപ്പിച്ച് വരികയാണ്, എന്താ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ആ സ്ഥലത്ത് തന്നെ വിട്ടിട്ട് വന്നത്. അല്ല എവിടെയാ നീ വിട്ടിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലീ പെട്ടെന്ന് ജെനിയെ വിളിച്ചിട്ട്, ജെനി എന്നെ ഇവിടെ വിട്ടിട്ട് വരാമെന്ന് മാത്രം നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പോൾ അവള് ദേ ഇപ്പൊ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് അവള് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു കടൽ തീരത്താണ് നമ്മുടെ ലീയെ കൊണ്ടുവന്ന് വിട്ടിട്ടുള്ളത്. ലീ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് പുറകെ വന്ന ജെനി, ഹായ് വാദിയാരെ, എനിക്ക് മനസ്സിലായി, എനിക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുമ്പോൾ ലീ പറയും, ശരി നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അടുത്തേക്ക് ഓടി വരാണ്. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ജെനി ചിരിച്ചുകൊണ്ട് ഓടി വന്നിട്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ വീണ്ടും ടെലിപ്പോർട്ടായിട്ട് പോകുന്നു. കാരണം ഇത്രയും ഓടിയതുകൊണ്ട് അവളുടെ ഹാർട്ട് പിന്നെ ഇടിക്കാൻ തുടങ്ങി. ഈ മരം വണ്ടി എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് അവൻ എങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ ജെനി അവിടേക്ക് തിരിച്ചു വരുന്നു. ഇത്തവണ കുറച്ചുകൂടി ദൂരത്താണ് അവൾ നിൽക്കുന്നത്. എന്നിട്ട് ജെനി ലീയെ കണ്ടിട്ട്, വാദ്യാരേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഓടി വാന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് വരുന്നതും വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ജെനി വീണ്ടും മറിഞ്ഞു പോവാണ്. അങ്ങനെ ഇതേ കാര്യം 2-3 തവണ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീ ഓടി ക്ഷീണിച്ചിട്ട് ഇനി നടക്കാൻ വയ്യ, അവിടെ തന്നെ ഇരിക്കും. അപ്പോഴേക്കാണ് ജെനി വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ഒരു കാര്യം പറയുന്നത്, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒരിടത്തു നിന്ന് മറഞ്ഞു പോയി കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ എനിക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ രണ്ടുപേരും ഇത്രയും നേരം ഇരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോഴേക്കും ലീ അവളെ നോക്കിയിട്ട്, ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ ജെനി ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് വീണ്ടും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അങ്ങനെ ഓടി വരികയാണ്. ഓടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ ജെനി മറഞ്ഞങ്ങ് പോവും. അവസാനം നമ്മുടെ ലീക്ക് നല്ല ദേഷ്യം വന്നിട്ട് അലറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ കഴിഞ്ഞ് ഇരുട്ടാകുമ്പോഴത്തേക്കാണ് വീട്ടില് ഇവര് മൂന്നുപേരും നല്ല രീതിയിൽ പാചകമെല്ലാം ചെയ്യുന്നു, ബെഡെല്ലാം വിരിച്ചിടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലീയെ മാത്രം കാണുന്നില്ല. പാവം ലീയെ വേറെ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനിപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ജെനി, വാദിയാരെ വന്നോ, പെട്ടെന്ന് വന്നുവല്ലേ, ശരി ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ പോട്ടെ എന്തായാലും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജെനിയും ലീയും വെളിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ലീ ജെനിയോട് പറയുന്നത്, ജെനി ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്, ഈ എന്നെ പോലും. എന്താ വാദിയാരെ ഈ പറയുന്നത്, നിങ്ങളല്ലേ ഞങ്ങൾക്ക് സൂപ്പർ പവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് എന്നെ പറഞ്ഞു തന്നത്, പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ലീ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സൂചി എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചർച്ച് ഓഫ് എറ്റേണൽസ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും വന്നിട്ട് നമ്മുടെ ജെനിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ അവരോട് പ്രത്യേകം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജെനിക്ക് ഇതുപോലെയുള്ള സൂപ്പർ പവർ ഉണ്ടെന്നും അവളെ ടെലിപ്പോർട്ടായിട്ട് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുമെന്നും അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴത്തേക്കാണ് അവൾക്ക് ഈ ഒരു പവർ വരുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരു കാര്യം മാത്രം പറയത്തില്ല, കഫീൻ കഴിച്ചാലാണ് അവൾക്ക് ഇതുപോലെ ഹാർട്ട് ബീറ്റ് വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലീ ഇതുപോലെ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ, അവൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വിളിക്കുന്നത് ആ ഒരു സയന്റിസ്റ്റിനെ ആയിരുന്നു. കാരണം ലീക്ക് അവന്റെ അമ്മയെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലീയുടെ അമ്മയെ പറ്റിയുള്ള ആ ഒരു വിവരങ്ങളെല്ലാം ഈ സയന്റിസ്റ്റിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലീ ഇപ്പോൾ ഇതുപോലൊരു കാര്യം ചെയ്തതും. പക്ഷെ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. നമ്മുടെ ചോയ് ഉണ്ടല്ലോ, അവൻ ഇതെല്ലാം ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ടിട്ട് എന്ത് കാര്യം, അവൻ ഒരു അക്ഷരം പോലും വേറൊരാളോടും പറയാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു മണ്ടൻ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ചർച്ച ഉണ്ടല്ലോ, അതിനുള്ളിലെ ജൂമോയും ഇവരിൽ ഒരാളായിട്ട് പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാണ്. അപ്പോഴാണ് കിം എന്ന് പറഞ്ഞ അവൻ ഇവരുടെ ഇടയിലേക്ക് വന്ന് അതിൽ നടക്കാൻ കഴിയാത്തൊരു പയ്യനുണ്ട്, അവൻ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് കിമ്മിന്റെ പവർ ഉപയോഗിച്ച് അവനെ നടക്കാനായിട്ട് സപ്പോർട്ട് കൊടുക്കും. അത്രമാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ളവരെന്താണ് വിശ്വസിക്കുന്നത്, ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടുതലും ഈ ഒരു ഗ്രൂപ്പിൽ നല്ലതുപോലെ വിശ്വസിക്കും. അതുമല്ല ഓരോ തവണയും നമ്മുടെ കിം ഇതുപോലെ തന്റെ പവർ യൂസ് ചെയ്തതുകൊണ്ട് അവന്റെ ശാരീരിക അവസ്ഥ വളരെ മോശമായിട്ട് പോവാണ്. ഇപ്പൊ ഇതെല്ലാം ജൂമോ കണ്ടിട്ട് ആ കാര്യം മുത്തശ്ശിയോട് പറയുമ്പോഴത്തേക്കാണ് മുത്തശ്ശി പറയുന്നത്, ഇതുപോലെ ആളുകളെ ഈ ഒരു സംഘടനയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ
അവരിലൂടെ ഒരുപാട് പണം ഇവർക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. എന്നിട്ട് ആ ഒരു പണം വെച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് നമ്മുടെ ജൂലി ഉണ്ടല്ലോ, അവള് കിമ്മിനെ കണ്ടിട്ട് ജൂലി അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഉള്ളൊരു സെക്യൂരിറ്റി ഗാർഡ്, മേഡം നിങ്ങൾ ഇനിയിപ്പോൾ അധിക നേരത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങണ്ട, കാരണം സാർ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജോലിയിലാണ്, നിങ്ങൾ രണ്ടുപേരും ഇനി വെളിയിലേക്ക് അനുവാദമില്ലാതെ ഇറങ്ങരുതെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കാണ് ജൂലി നോക്കുമ്പോൾ ചുറ്റിനും ഒരുപാട് സെക്യൂരിറ്റി തോക്കുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്നത് കാര്യമൊക്കെ ജൂലി നേരെ ആ ഒരു ലാബിനടുത്തേക്ക് പോവാണ്. കാരണം തൻ്റെ അച്ഛൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇതേ സമയം ആ ഒരു സയന്റിസ്റ്റിനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവളെ കൊണ്ടുവന്നിട്ട് അവളെ നല്ലതുപോലെ പരിശോധിക്കുന്നു. അതുപോലെ പരിശോധിച്ചതിന് ശേഷം അവളുടെ കയ്യിൽ അറിയാതെ ഒരു മാർക്ക്, ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു മുറിവങ്ങ് മാഞ്ഞു പോകുന്നതും നിമിഷ നേരം കൊണ്ട് മാഞ്ഞു പോകുന്നതും ആ ഒരു സയന്റിസ്റ്റ് കൂടെയുള്ളവരോട് പറയും, ഓക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും അവൾ ഒരിക്കലും ഈ ഒരു മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കരുത് എന്ന് പറയുമ്പോൾ അവർ അതിനുള്ള മരുന്നെല്ലാം കുത്തിവെക്കാനായിട്ട് വരുന്നതും കറക്റ്റ് നമ്മുടെ ജെനി പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ജെനി കണ്ണു തുറന്നിട്ടാണ്, എടാ നീയെ കാരാ, എന്നെ എവിടെയാ കൊണ്ടുവന്നേക്കുന്നത്, ഇതെന്താ ലാബാണോ, മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിട്ടോ, ഓ അപ്പോൾ നീയാണല്ലേ ഈ ഒരു സ്ഥലത്തിന്റെ ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട്, ജെനി നിന്റെ ഉള്ളിൽ ആ ഒരു ഹൃദയം അതൊരിക്കലും നിനക്ക് സ്വന്തമല്ല, നിന്റെ മുത്തശ്ശി കെവിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചാണ് നിനക്കത് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരോട് നമ്മുടെ ജെനിയെ പിടിച്ച് കെട്ടിയിടാൻ പറയും. അപ്പോഴാണ് ജെനി ആ ഒരു അരമയക്കത്തിൽ അവരോട് പറയുന്നത്, ഓക്കെ ഇപ്പോഴല്ലേ കണ്ണൂർന്ന് എഴുന്നേറ്റ് ആരെങ്കിലും ഒരു ഗ്രീൻ ടീയോ കോഫിയോ എന്തെങ്കിലും താ, കഫീൻ പോലെ ഒരു കാര്യവും ഇത്രയും വലിയ സ്ഥാപനത്തിൽ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ പോക്കറ്റിൽ കൈയിടുമ്പോൾ ഒരു കോഫി പൗഡർ, അത് മിക്സ് ചെയ്ത എന്തോ ഒരു കാര്യമാണ്, ഒരു കോഫി പൗഡർ ഉണ്ട്. പെട്ടെന്ന് അത് കഴിക്കുന്നതും ഇപ്പൊ ഇവരെല്ലാവരും കൂടി അവളെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവളാണെങ്കിൽ അരമയക്കത്തിലിരിക്കല്ലേ, അവരിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്കെല്ലാം കയറി അവസാനം പിടിക്കാനായിട്ട് വരുന്നത് പെട്ടെന്ന് അവളെ ടെലിപ്പോർട്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ലീയെ കാണിക്കുമ്പോൾ അവന് കിട്ടിയ ആ ഒരു ഫയൽ ഉണ്ടല്ലോ, അതില് തന്റെ അമ്മയുടെ ഫോട്ടോ അവൻ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ലീക്ക് അത്രയും സന്തോഷമായി. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിലെ നമ്മുടെ ലീ നടന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു സയന്റിസ്റ്റ് ലീയെ കണ്ടിട്ട്, നിനക്ക് നിന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ സഹായിച്ചു തരാം, പകരം നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് മരണമില്ലാത്ത ആ ഒരു ഹൃദയം അത് ആരിലാണ് ഉള്ളത് എന്ന് നീ കണ്ടുപിടിക്കണം, ഈ ഡീലിന് നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴാണ് ലീ അതിന് സമ്മതിക്കുന്നത്. അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ലീ ഇരിക്കുമ്പോഴത്തേക്കാണ് ടെലിപ്പോർട്ടായിട്ട് വന്ന നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവള് നേരെ ലീയുടെ മുന്നിലേക്ക് വന്നിട്ട്, ഹേ വാദിയാരെ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ലീ മറുപടി ഒന്നും പറയത്തില്ല. അപ്പൊ അവനെ പിടിച്ചു വെച്ചിട്ടാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ ചതിച്ചത്, കൂടെ കൊണ്ട് നടന്ന് വിശ്വസിപ്പിച്ചിട്ട് അവസാനം ചതിച്ചു അല്ലേ എന്നെല്ലാം പറഞ്ഞ് ആദ്യം അവൾ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തൊക്കെയായാലും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. അപ്പോൾ ലീ പറയും, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമ ചോദിക്കില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, സാധാരണ ഞാൻ എവിടെയെങ്കിലും ടെലിപ്പോർട്ടായി പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ, അതുകൊണ്ട് എന്നോടൊപ്പം വന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്ക്. അതുമല്ല അവൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം എൻ്റെ പോക്കറ്റിൽ ഇതുപോലെ കോഫി പൗഡർ ഇട്ട് തന്നല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞ് കരയുമ്പോഴത്തേക്കും അവളുടെ ഹൃദയം നല്ലതുപോലെ ഇടിച്ചിട്ട് ജെനി വീണ്ടും ടെലിപ്പോർട്ടായിട്ട് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ അതേ സയൻസ് ലാബില്. ഇപ്പൊ ഇത് കണ്ട സയന്റിസ്റ്റ് വെറുതെ ഇരിക്കോ, ജെനിയുടെ തലയിലേക്ക് ഒരു അടി അടിച്ച് അവളുടെ ബോധം പോയി താഴെ വീഴുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ജെനിക്ക് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ കൈയും കാലും കെട്ടിയിട്ടേക്കുന്നു. അതേപോലെ ഹൃദയം നല്ല രീതിയിൽ ഇടിക്കാതെ ഹൃദയത്തിന്റെ ഇടിപ്പ് കുറയാതെയും ഒരു മീഡിയം ലെവലിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കാണ്. അരമയക്കത്തിലെ നമ്മുടെ ജെനി അവരോട് ചോദിക്കും, എന്നെ എന്തിനാ വീണ്ടും ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവർ സയന്റിസ്റ്റ് അടുത്തേക്ക് വന്നിട്ട് പറയും, ദേ ഇത് നോക്ക്, ഒരുപാട് റിസർച്ചിന്റെ എല്ലാം ഫലമായിട്ട് ഒരുപാട് പേർക്ക് സൂപ്പർ പവറുകൾ കിട്ടിയിട്ടുണ്ട്, എന്നിരുന്നാലും അതിനെല്ലാം ഒരു നെഗറ്റീവ് സൈഡും അവർക്ക് തന്നെയുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഒരു ഹൃദയം ഞങ്ങൾക്ക് വേണം. നിനക്ക് ഈ ഒരു ഹൃദയം വെച്ചിട്ട് ഒരു യൂസും ഇല്ല, നിന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. പ്രധാനമായിട്ടും നിന്റെ ഈ ഒരു ഹൃദയം നിന്റേതുപോലും അല്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ഒരാള് ത്യാഗം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജെനിക്കാണെങ്കിൽ ആൾറെഡി തന്നെ ലീയോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് അവൾ പറയും, അതെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, എന്നെ കൊണ്ട് വേറെ ആർക്കും ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ അതേസമയം നമ്മുടെ ചൂയിനെ കാണിക്കുമ്പോൾ അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എന്നിട്ടാണ് തന്റെ മകളോടും ഭാര്യയോടും, ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം, ഇവിടെ വലിയൊരു ആപത്ത് നടക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും, ആ ഭാര്യ പറയും, ഇപ്പോഴും ഇതുപോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാല് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും എന്ന് പറയുമ്പോൾ ചോയ് പറയും, ശരി നീ പോ, നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോവല്ലേ, സത്യത്തില് എനിക്ക് നിന്നോട് ഒട്ടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഡോർ അടയ്ക്കുമ്പോഴത്തേക്കാണ് ഡോർ അടയ്ക്കാൻ കഴിയുന്നില്ല. എന്താന്ന് വെച്ചാൽ അവൻ പറഞ്ഞത് കള്ളമായിരുന്നു. അവൻ അവന്റെ ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവന്റെ കൈ അതിൽ ഒട്ടിയിരിക്കും. അങ്ങനെ അവൻ അവിടെ വിഷമിച്ചിരിക്കുന്നതും ഇവിടെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുമ്പോൾ മുത്തശ്ശി നല്ലതുപോലെ ഡ്രസ്സെല്ലാം ചെയ്ത് ഒരുങ്ങി
വേറെ എവിടേക്കാ പോകാൻ പോകുന്നു. എവിടെയാന്ന് വെച്ചാലേ ഒരാളെ വീൽ ചെയറിൽ കണ്ടിരുന്നല്ലോ നമ്മൾ ഒരു സീനില്. അയാളുടെ വീട്ടിലേക്കാണ് വരുന്നത്. കാരണം ഈ ഒരു റിസർച്ചിനും കാര്യങ്ങൾക്കും അയാളും പണം കൊടുത്തിരുന്നു. ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് സാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം, സാർ ഇവിടെ ഇല്ല, സാറ് മറ്റൊരു രാജ്യത്തേക്ക് പോയെന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് നമ്മുടെ ജൂമു മുത്തശ്ശിയെ വിളിച്ചിട്ട്, മുത്തശ്ശി, നിങ്ങൾ അന്വേഷിച്ചു പോയ ആ ഒരു ആളില്ലേ, അയാളിപ്പോ എറ്റേണൽ എന്ന് പറഞ്ഞ ആ ഒരു ചർച്ചിലുണ്ട്, അതിനകത്തേക്ക് അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതും പെട്ടെന്ന് മുത്തശ്ശിയോട് അവിടേക്ക് വരാൻ പറയും. അപ്പോൾ മുത്തശ്ശി അവിടേക്ക് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചോയും റൂബിനും അവര് രണ്ടുപേരും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റൂബിൻ ജെനിയെ കാണാത്തത് കൊണ്ട് കുറെ നാളായിട്ട് അവളെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ ചോയിയോട് ചോദിക്കും, ഹേയ് ചോയി, നിനക്കറിയോ ജെനി എവിടെ പോയെന്ന്? അവളെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയാം, നീ വിചാരിച്ചോണ്ടിരിക്കുന്നില്ലേ നല്ലവനായിട്ടുള്ള ലീ, അവനൊരിക്കലും നല്ലവനൊന്നുമല്ല. അവനാണ് ഏറ്റവും വലിയ ക്രിമിനല്. ആ ഒരു ചർച്ചിലെ ആളുകളുമായിട്ട് ചേർന്ന് നമ്മുടെ ജെനിയെ അവൻ തട്ടിക്കൊണ്ടുപോയി, അവളെ അവർക്ക് പിടിച്ചു കൊടുത്തു എന്നുകൂടി പറയുന്നതും നമ്മുടെ റൂബിൻ പെട്ടെന്ന്, എടോ നിങ്ങൾക്ക് എന്ത് മനസാക്ഷിയുണ്ട്, നമ്മുടെ ജെനിയെ ഒരു തവണ വിട്ടു, വീണ്ടും അതുപോലെ തന്നെ വിടാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ ചോയി പറയും, പിന്നെന്താ, നീ തനിയെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പോകണോ? അയ്യോ, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് റൂബിൻ പറയുന്നുണ്ട്. കാരണം അവൻ ഭയങ്കര പാവമാണ്. അപ്പോൾ റൂബിൻ പറയും, ശരി, എന്തായാലും വാദിയാരോടൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും ചോയി വന്ന് അവനെ തടയും. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ, പറഞ്ഞത് കേൾക്കാതെ പിന്നെയും അവിടേക്ക് തന്നെ പോകുന്നു, ഒറ്റയ്ക്ക് പോയി മരിക്കാൻ പോവാണോ? മരം വേണ്ട, അവരെ കണ്ടാൽ തന്നെ മയങ്ങി നീ വീഴും, നിന്നെപ്പോലൊരു മണ്ടൻ ഇതെല്ലാം കഴിയോ എന്ന് നമ്മുടെ റൂബിനെ ദേഷ്യപ്പെടുത്തുമ്പോഴത്തേക്ക് എന്താണ്, അവന്റെ സൂപ്പർ പവർ വർക്കാവും. അങ്ങനെ ചോയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് റൂബിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക്. എന്താന്ന് വെച്ചാല് ഈ ലോകത്തുള്ള എല്ലാവരും അവനെ ഒരു മണ്ടനായിട്ടാണ് കണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴായാലും പലയിടങ്ങളിൽ പോകുമ്പോഴായാലും എന്തിലും അവനെ എല്ലാവരും കളിയാക്കുകയും മണ്ടനെന്ന് വിളിക്കുകയും ഒരു പാവമായതുകൊണ്ട് അവനെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ റൂബിനെ ചേർത്ത് നിർത്തിയതും രക്ഷിച്ചതും ജെനിയായിരുന്നു, അവന്റെ ഒറ്റ സുഹൃത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജെനിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് റൂബിൻ നേരെ നമ്മുടെ ലീ ഉണ്ടല്ലോ, ലീയുടെ വീട്ടിലേക്ക് ചെല്ലും. ഇത്രയും നേരം നമ്മൾ വിചാരിക്കുന്നത് ഹീറോ ആണ്, ഭയങ്കര സംഭവം എന്നാണ് ലീ. പക്ഷെ ഈ ഒരു സീനില് അതൊരു മാസ സീനാണ്. എന്താന്ന് വെച്ചാലേ ലീ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്ക് റോബിൻ പറയും, ജെനിയോടെ? അപ്പോൾ ലീ, ഇല്ല, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് എന്ന് പറയുന്നതും ഒരു ഒറ്റയിടി ലീ തെറിച്ചു വന്ന് താഴെ വീഴും. എന്നിട്ടാണ് റോബിൻ അകത്തേക്ക് കയറിയിട്ട് അവനോട് പറയുന്നത്, ദേ, ജെനിയെ കാണാതായിട്ടുള്ള ദിവസം മുതലേ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവൾ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എവിടെയാണുള്ളത് എന്ന് പറയുന്നു പറഞ്ഞ് ലീയെ അങ്ങനെ പൊക്കി നിർത്തുന്നതും അവൻ എന്തായാലും രക്ഷപ്പെട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് അവിടെയുള്ള സൂട്ട് കേസ് വെച്ചിട്ട് റൂബിനെ താഴേക്കിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും റൂബിൻ അവന്റെ മുന്നിലേക്ക് നടന്നു വരും. അപ്പോഴേക്കാണ് ലീ അവന്റെ സൂപ്പർ പവർ വെച്ച് റൂബിനെ അവിടെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ റൂബിന് നമ്മുടെ ജെനിയോട് അത്രയും ഇഷ്ടമാണ്. ആ ഒരു സുഹൃത്ത് ബന്ധമെന്നൊക്കെ പറയുമല്ലോ, അത് അത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീയെ കൊണ്ട് റൂബിനെ കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ നടന്ന് മുന്നിലേക്ക് വരുന്നതും എന്തോ ആ ഒരു ഫൈറ്റിന്റെ അവസാനം നമ്മുടെ ലീയാണ് ജയിക്കുന്നത്. അങ്ങനെ റൂബിന്റെ ബോധം പോയി കിടക്കുന്നതും ഇപ്പോ ആ മുത്തശ്ശി നമ്മുടെ ലീയെ വിളിക്കുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ലീ നേരെ മുത്തശ്ശിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ജെനിയുടെ റൂമിൽ വെച്ചിട്ട് അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അവിടെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഉമ്മ വേണമെന്നുള്ളത്. അത് ഇതുവരെ അവൾക്ക് കിട്ടിയിട്ടില്ല. അതും ഒരു ആഗ്രഹമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശി നമ്മുടെ ലീക്ക് ആഹാരമെല്ലാം കൊടുത്തിട്ട് പറയും, നീയാണല്ലേ ആ ഒരു 397, നീ എന്റെ കൊച്ചുമകളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ ജെനിയെ നീ അവർക്ക് പിടിച്ചു കൊടുത്ത കാര്യവും എനിക്കറിയാം. പക്ഷെ അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. എന്റെ കൊച്ചുമകള് അവളിപ്പോൾ എവിടെയുണ്ടെന്ന് മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ലീ അത് പറയാൻ തയ്യാറാവത്തില്ല. പക്ഷെ പിന്നീട് ആ ഒരു ചർച്ചിൽ ചേർന്ന ആളുകളാണ് അവളെ കൊണ്ടുപോയത് എന്നുള്ള കാര്യം മുത്തശ്ശിയോട് പറഞ്ഞിട്ട്, ഓക്കെ, അവളെ രക്ഷിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, ആദ്യം ഒരു 200 പേരെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീ ഇപ്പോൾ വിളിയിലേക്ക് വന്ന് അവൻ ജെനിയെ രക്ഷിക്കാനായിട്ട് പോവാണ്. ഇത് കണ്ട റൂബിനും ചോയും പുറകെ പോയിട്ട് ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താ ജെനിയെ രക്ഷിക്കാൻ പോവാണോ? അപ്പോൾ ചോയ് പറയും, ഇവനൊന്നും രക്ഷിക്കാൻ പോകുന്നില്ല, അങ്ങനെ രക്ഷിക്കുവാണെങ്കിലേ എൻ്റെ പേര് ഞാൻ മാറ്റുമെന്നെല്ലാം പറയുമ്പോൾ ലീ എന്തായാലും അതിന് തയ്യാറായിട്ട് അത് കഴിഞ്ഞ് നേരെ ഇവരുടെ കംപ്ലൈൻമെന്റ് സെന്ററിലേക്ക് വരും. അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് മാപ്പ് കളക്ട് ചെയ്ത് ആ ഒരു ചർച്ച ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് പോകാനായിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള തുരങ്ക പാതയുണ്ട്, അത് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഉള്ളിലേക്ക് പോകാന്ന് പറയുമ്പോൾ ചോയ് പെട്ടെന്ന്, ഏയ് അതൊന്നും വേണ്ട, നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പോയി പറയാന്ന് പറയുമ്പോൾ പോലീസിനോട് പോയി എന്ത് പറയാനായിട്ട്? അതെ, പോലീസിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും. പോലീസുകാരെ കൊണ്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എടാ റൂബിൻ, നീ എന്തിനാ ഇതിലേ ഇടപെടുന്നേ? അപ്പോൾ റൂബിൻ പറയും, ജെനി എൻ്റെ ഫ്രണ്ടാണ്, അവളെ എന്തായാലും ഞാൻ രക്ഷപ്പെടുത്തും. ഓ പിന്നെ നിനക്ക് ഇത്തിരി സൂപ്പർ പവർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നീ വലിയ ആളായെന്നാണോ? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല.
നീ വെറൊരു മണ്ടനാണ്, അവരെ കാണുമ്പോൾ തന്നെ നീ ബോധം കെട്ട് വീഴുമെന്നെല്ലാം പറഞ്ഞ് വീണ്ടും നമ്മുടെ റോബിനെ കളിയാക്കുന്നതും റോബിൻ അങ്ങനെ നമ്മുടെ ചോയെ പിടിച്ചൊരു ഒറ്റ ഏറ് അവൻ പറന്ന് ദൂരെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ലീ ആണ് താഴെ വീഴാതെ അവനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും തിരിച്ചു വന്നിട്ട് ചോയ് പറയും, റോബിൻ നിന്നെ കൊണ്ടും ചില പ്രയോജനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോയും ഇവരോടൊപ്പം പോകാനായിട്ട് തയ്യാറാവുകയാണ്. ചോയ് സത്യത്തിൽ പേടിക്കുന്നതെന്ന് വെച്ചാൽ അവനൊരു കുടുംബം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൊന്നും അവൻ പോവാത്തത്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ സയന്റിസ്റ്റിനെ കാണിക്കുമ്പോൾ അയാള് ജെനിയുടെ ഉള്ളിൽ നിന്ന് രക്തം എടുത്ത് അതെന്തോ ഒരു മരുന്നുമായിട്ട് മിക്സ് ചെയ്ത് ദേഹമെല്ലാം മുറിഞ്ഞടക്കുന്ന ഒരു എലിയുടെ ദേഹത്ത് കുത്തിവെക്കുമ്പോഴത്തേക്കും അതിന്റെ മുറിവുകളെല്ലാം മാറി അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ ആ ഒരു മരുന്ന് ഏതായാലും വർക്കാവും, അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഇതേ സമയം റൂമിനകത്ത് സാറ, ജൂലി, കിം ഇവർ മൂന്നുപേരും എന്തുകൊണ്ട് അച്ഛൻ നമ്മളെ മൂന്നുപേരെ വെളിയിൽ വിടാത്തത്, നമ്മൾ അറിയാതെ എന്തോ ഒരു കാര്യം അച്ഛൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സാറ പറയും, അതെ എനിക്ക് നല്ല സംശയമുണ്ട്, അച്ഛൻ നമ്മളറിയാതെ വേറെ എന്തോ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതിനു മുന്നേ അച്ഛൻ നമ്മളറിയാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സയന്റിസ്റ്റ് അകത്തേക്ക് കയറി വരും. അപ്പോൾ നമ്മുടെ ജോലി ഉണ്ടല്ലോ, അവളുടെ പവർ വെച്ചിട്ട് അവളുടെ അച്ഛനെ കൺട്രോൾ ചെയ്ത് അയാളോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നമ്മൾ ഇതിനെ ഇതുപോലെ റൂമിൽ അടച്ചു വെച്ചേക്കുന്നത്, വെളിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല, ചില റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാണ്, പിന്നെ വെളിയിൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റണ്ടെന്ന് വെച്ചു, അതുകൊണ്ടാണ് അകത്തിരുത്തിയതെന്ന് അയാൾ കള്ളം പറയും. സത്യത്തിൽ നമ്മുടെ ജെനിയെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ജോലിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ ഇവരോട് കള്ളം പറയുന്നത് കാരണം അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേ തന്നെ ആ ഒരു സയന്റിസ്റ്റിന് മനസ്സിലായി ഇതുപോലെ ജൂലി തന്റെ പവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് സയന്റിസ്റ്റ് അടുത്തേക്ക് വന്നിട്ട് പറയും, നീ അച്ഛനെ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുന്നതൊന്നും നിനക്ക് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. ദേ വെളിയിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, അതെന്താണെന്ന് പോയി നോക്കിയിട്ട് വരാനായിട്ട് മൂന്നുപേരോടും പറയുമ്പോൾ വെളിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചർച്ചിലുള്ള ആരെയും അവർ ചെയ്യുന്ന കാര്യങ്ങളും ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു 200 പേര് വെളിയിൽ വന്ന് നിൽക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ലീ ആ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു 200 പേരെ വേണമെന്ന്, അത് ഇതിനായിരുന്നു. അവരെല്ലാം വന്നിട്ട് ആ ഒരു ചർച്ചിനെതിരെ സമരം ചെയ്യുന്നു. ഇപ്പൊ 200 പേരെ ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാല് ഇവരെല്ലാവരും അവിടെ സമരം ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പോകുമല്ലോ. ആ ഗ്യാപ്പിൽ നമ്മുടെ റോബിൻ, ചോയ്, ലീ ഇവർ മൂന്നുപേരും ഇതിനുള്ളിലേക്ക് പോകാനായിട്ട് ഒരു തുരങ്ക വഴിയുണ്ടെന്ന് പറഞ്ഞു. അതുവഴി ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ ചോയുടെ കയ്യിൽ ആയുധമായിട്ട് വെച്ചേക്കുന്നത് എന്തോ ചൂലിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, ചിറക് പോലെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ജൂമോ എന്ന് പറഞ്ഞിട്ട് അവനും അവിടേക്ക് വരുന്നത്. എന്നിട്ടാണ് അവൻ നമ്മുടെ ലീയോട് മറ്റൊരു കാര്യം പറയുന്നത്, ഇതുപോലെ ആ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയും എന്നെ ഈ ഒരു ലാബിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ബാക്കിയുള്ള കുട്ടികളെ എല്ലാവരെയും അറിയാം. ഞങ്ങളുടെ മേൽ ആ ഒരു റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നെയാണ് ആ ലാബ് പൊട്ടിത്തെറിച്ചതും മുത്തശ്ശി എന്നെ രക്ഷിച്ചത്, എന്നിട്ട് സ്വന്തം കൊച്ചുമകനെ പോലെയാണ് എന്നെ ഇത്രയും കാലം വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരെല്ലാവരും അകത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇവര് മൂന്നുപേരും അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു ഗാർഡ്സ് പലയിടങ്ങളിലായിട്ട് നടക്കുകയാണല്ലോ, പക്ഷെ അധികം ആളുകളൊന്നുമില്ല. അപ്പോഴാണ് ഇവരൊരു പ്ലാൻ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ റൂബിന് നല്ല ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് ചോയ് ആണെങ്കിൽ ആരെ തൊട്ടാലും ദേഹത്തൊട്ടിയിരിക്കും. അതുകൊണ്ട് ചോയിനെ കയറിൽ കെട്ടി താഴെ ഇറക്കിയിട്ട് ഈ താഴെയുള്ള ഓരോരുത്തരുടെ അടുത്തേക്ക് വന്ന് അവരെ തൊട്ട് പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. ലീ അവരെ ഇടിച്ച് ബോധം കെടുത്തും. ഇതുപോലെ താഴെയുള്ള ഓരോരുത്തരെയായിട്ട് ഇവര് മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ താഴെയുള്ള എല്ലാവരെയും അടിച്ചിട്ടതിന് ശേഷം നമ്മൾ ലീ പറയും, ഓക്കെ എന്റെ പിറകെ തന്നെ വാ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചോയ് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഡോറുണ്ട്. അപ്പൊ ചോയ് പറയും, ഇതിനങ്ങനെ കറങ്ങി പോകുന്നതേ, ഇവിടെ ഒരു ഡോറുണ്ട്, അത് തുറന്ന് പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോറ് തുറക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള എല്ലാ സെക്യൂരിറ്റികളും ദേ ഇതിനകത്തിരിപ്പുണ്ട്. അടിപൊളി. ഈ മണ്ടൻ ചോയ്ക്ക് ലീയുടെ കൂടെ പോയാൽ പോരായിരുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ലീക്കും റോബിനും ശക്തിയുള്ളത് കൊണ്ട് ഇവരെല്ലാവരെയും അതിനകത്ത് വെച്ച് തന്നെ അടിച്ച് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അതിലെ ബോധം നഷ്ടപ്പെടാത്ത ഒരുത്തം മാത്രമുണ്ട്. അവൻ അങ്ങനെ എഴുന്നേറ്റിട്ട് അവസാനം ഫോൺ എടുത്ത് സാറയുണ്ടല്ലോ അവളെ വിളിച്ചിട്ട് ഇതുപോലെ 1-2 പേര് നമ്മുടെ ഈ ഒരു സെന്ററിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ ജെനി ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായിട്ട് അവിടെ തന്നെ കിടക്കുവാണല്ലോ. അപ്പോഴാണ് അടുത്ത ഒരു ബെഡില് വയസ്സായിട്ടുള്ള ഒരാളുണ്ടല്ലോ വീൽ ചെയറിൽ പോകുന്ന അയാളെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. അപ്പോഴാണ് ജെനി ആ ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കുന്നത്, ഹേയ് സയന്റിസ്റ്റ്, നീയല്ലേ പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്, പിന്നെ എന്തിനാ ഈ ഒരു കിളവനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്? അപ്പോൾ സയന്റിസ്റ്റ് പറയും, കാരണം നിന്റെ ഹൃദയം അയാൾക്കാണ് പോകാൻ പോകുന്നത്. ഏയ് എന്നെ വെച്ചിട്ട് ലോകത്തെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്നോട് കള്ളം പറയുമായിരുന്നല്ലേ? ഇല്ല, എന്നെ കൊണ്ട് ഒരിക്കലും ഇയാൾക്ക് വേണ്ടി മരിക്കാൻ കഴിയത്തില്ല. അത് നീ തീരുമാനിക്കണ്ടല്ലോ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിയെ കുത്തിവെക്കാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് അവിടെയുള്ള എല്ലാ പവറും കട്ടാവുന്നു. അതേപോലെ തന്നെ കത്രിക, സൂചി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിയിട്ട് എല്ലാവരുടെ നേർക്കൊന്ന് നിൽക്കാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ലീയും ടീമും ഇതിനുള്ളിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ബെഡ് ഉണ്ടല്ലോ, അത് മാത്രം കൈകൊണ്ട് വലിച്ചിങ് അടുത്തേക്ക് ആക്കിയിട്ട് അത് കഴിഞ്ഞെന്താണ് അവിടെയുള്ള സെക്യൂരിറ്റികളായിട്ട് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നു. അത് പല രീതിയിൽ. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മുടെ ചോയിലെ എടുത്തൊരു ഒറ്റയേറ്, എന്നിട്ട് അതേപോലെ തന്നെ വലിച്ച് താഴേക്കിടുന്നു.
അതേപോലെ ഇതിനിടയിൽ നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവൾക്കൊന്നും അറിയാൻ കഴിയാതെ ആ ഒരു ബെഡിലിരുന്നിട്ട് ചുറ്റിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ അവൾ മാത്രം കിടന്ന് കറങ്ങാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ചിട്ടതിന് ശേഷം അവിടെ വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയും സംഭവിച്ച് ഇവർ നാലുപേരും വീണ്ടും ഒരുമിച്ചാവുന്നതും ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നേക്കാണ്, നിനക്ക് വേണ്ടിയിട്ടല്ല, ദേ ഇവർക്ക് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീക്ക് ജെനിയോടുള്ള ആ ഒരു ഇഷ്ടം അവൻ തുറന്നു പറയത്തില്ല. എന്തോ അവൻ്റെ ഈഗോ അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി എന്നെല്ലാം കള്ളം പറയുന്നത്. എന്നിട്ട് പെട്ടെന്നൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഉമ്മ അങ്ങ് കൊടുക്കും. നമ്മുടെ ജെനി ഇതൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അപ്പോഴേക്കാണ് ചോയിയും റൂബിനും ഇവിടെ നിന്നിട്ട് ഇവിടെ എന്താ ഈ സംഭവിക്കുന്നേ. അപ്പോഴാണ് ചോയി ഈ കണ്ണ് കാണാത്തോണ്ടൊന്നും മനസ്സിലാവുന്നില്ല, ഇവർ രണ്ടുപേരും എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇപ്പോൾ ലീ അവളെ ഉമ്മ വെച്ചതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് വരുന്നു. അങ്ങനെ ഇടിച്ചിടിച്ച് പെട്ടെന്ന് ആ ഒരു ബെഡിൽ നിന്നും അവൾ അപ്രത്യക്ഷമായിട്ട് പോവാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പിറകിലുള്ള എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് കിം ഉണ്ടല്ലോ, കിമ്മും സാറയും പെട്ടെന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ചോയി ലീയോട് പറയുന്നത്, ആ പ്രശ്നക്കാരി പെണ്ണില്ലേ, അവളെ രക്ഷിക്കാൻ വന്നിട്ട് അവളിപ്പോൾ നമ്മളെല്ലാവരെയും വിട്ട് വേറെ എവിടേക്കോ ഓടിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോടൊപ്പം അവളെ രക്ഷിക്കാൻ വരത്തില്ല എന്ന്. ഇപ്പോൾ റോബിനും ചോയി പേടിച്ച് നിൽക്കുകയാണല്ലോ. റൂബിന് ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ അവനെ കളിയാക്കണം, എന്നാലേ അവന്റെ പവർ വർക്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് റൂബിൻ പറയും, ചോയി നിനക്ക് പേടിയാണെങ്കിൽ എൻ്റെ പിറകെ വന്നിട്ട് എന്നെ എത്ര മോശമായിട്ട് പറയാൻ കഴിയും അതുപോലെല്ലാം പറയാൻ പറയുമ്പോൾ ചോയി അതുപോലെ നമ്മുടെ റൂബിന് മോശമായിട്ട് പല രീതിയിൽ വഴക്ക് പറയാണ്. എന്നാലും നമ്മുടെ റൂബിനും ചോയ്ക്ക് നല്ല പേടിയുണ്ട്. ഇതേ സമയം ടെലിപ്പോർട്ട് ആയിട്ടുള്ള ജെനി ഉണ്ടല്ലോ, അവളിപ്പോൾ വേറെ ഏതൊരു റൂമിൽ വന്നിട്ട് ആ സയന്റിസ്റ്റ് നമ്മുടെ ജെനിയോട് ഒരു കാര്യം പറഞ്ഞല്ലോ, നീ ഒന്നിനെ കൊള്ളാത്ത വരുത്തിയാണെന്ന്. ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ജെനി ഇപ്പോൾ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു കോഫി പൗഡറുകളും എടുത്ത് അവളും ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഇപ്പൊ ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് നമ്മുടെ ലീയെ കൺട്രോൾ ചെയ്ത് അവനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവന്റെ സുഹൃത്തായിട്ടുള്ള കെവിനെ കാണിക്കുന്നു. എന്നിട്ട് പറയും, നീ കാരണമാണ് ഞാൻ മരിച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലീയുടെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ലീക്ക് ഇവിടെ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. സാറയുടെ കൺട്രോളിലാണ് ലീ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ചോയ് വന്നിട്ട്, ഹേയ് നീ എന്തോ വലിയ കാര്യമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ലീ അങ്ങനെ തന്നെ നിൽക്കാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നതും കിം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് അവന്റെ കൈ ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരും അടിച്ച് കൊല്ലാൻ വേണ്ടി കൈ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ റൂബിൻ അതിന്റെ ഇടയിലേക്ക് കൈ കൊണ്ട് വെച്ച് കൊടുക്കും. ഇവൻ ഓരോ തവണ അടിക്കുമ്പോഴും റൂബിൻ ഇടയ്ക്ക് കൈ മടക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും കിമ്മിന് ഇവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കിം ആണെങ്കിൽ അത്ര ദേഷ്യത്തിൽ ഓരോ തവണയും കൈ അടിക്കുമ്പോൾ റൂബിൻ അപ്പോഴും ഓരോ തവണ കൈ എടുക്കും, കൈ വെച്ച് കൊടുക്കും, കൈ എടുക്കും, കൈ വെച്ച് കൊടുക്കും. അപ്പോഴാണ് കിം എന്താ ചെയ്യുന്ന വെച്ചാൽ റൂബിനെ അങ്ങനെ മുഖത്തേക്ക് 2-3 ഇടിച്ചിടിച്ച് റൂബിൻ താഴെ വന്ന് വീഴുമ്പോഴത്തേക്കും കിം അങ്ങനെ വീണ്ടും കൈ വെച്ചിട്ട് അടിക്കാനായിട്ട് വരുമ്പോൾ ഇത്തവണ കിമ്മിന്റെ കൈ കയറി ഒരു പിടുത്തമുണ്ട് റൂബിൻ. എന്താന്ന് വെച്ചാൽ ഒരു മാസ് മൊമെന്റ് ആണിത്. അങ്ങനെ പിടിച്ച് കൈ ഒടിച്ച് മടക്കി ഇങ്ങനെ എടുക്കും. എന്താന്ന് വെച്ചാൽ കിമ്മിന് സഹിക്കാൻ കഴിയുന്നില്ല, കാരണം റൂബിന്റെ പവർ അത്രയാണ്. കിമ്മിനെ കൊണ്ടോ ലീയെ കൊണ്ടോ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ റൂബിൻ ഒരു പാവം ക്യാരക്ടർ ആയതുകൊണ്ട് അവന്റെ പവർ എപ്പോഴും അവൻ യൂസ് ചെയ്യത്തില്ല. യൂസ് ചെയ്താലാണെങ്കിലോ ആർക്കും തടയാനും കഴിയത്തില്ല. അങ്ങനെ കിമ്മിനെ അടിച്ച് താഴെക്കിടുന്നതും ഇവിടെ ലീ ആണെങ്കിലോ അവന്റെ ഉള്ളിൽ കെവിനെ പറ്റിയുള്ള ആ ഒരു കാര്യം കൂടുതലായിട്ട് കണ്ടതുകൊണ്ട് അവൻ അറിയാതെ തന്നെ അവന്റെ പവർ ഒരുപാട് വെളിയിലേക്ക് വരുന്നു. ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് അവിടെയുള്ള പല കാര്യങ്ങളും പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാറ്റിൽ എല്ലാവരും പറന്നു പോകാനായിട്ട് വരുമ്പോൾ ചോയി തറയിൽ ഒട്ടിക്കിടന്നിട്ട് നമ്മുടെ റൂബിനെ പിടിച്ചു വെച്ചേക്കാണ്. അതേസമയം ടെലിപ്പോർട്ടായിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവളിവിടെ വന്ന് ഇറങ്ങുന്നതും പറന്നു പോകുമ്പോൾ അതിന് മുന്നേ തന്നെ റൂബിൻ അവളെയും പിടിച്ചു വെച്ചേക്കും. എന്നിട്ട് റൂബിൻ പതിയെ ജെനിയെ വലിച്ച് അവളെ തള്ളി തള്ളി ലീയുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കാണ്. അങ്ങനെ ജെനി ലീയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ തോളിൽ കൈ വെക്കുമ്പോഴാണ് അവന് വീണ്ടും കെവിനെ പറ്റിയുള്ള ഓർമ്മ വരുന്നത്. ഇപ്പോൾ കെവിൻ അവനോട് പറയുന്നത്, ഏയ് നീ വിഷമിക്കണ്ട, ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ലീ കരഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും സമാധാനമാവുന്നു. അതോടെ എല്ലാം പഴയതുപോലെയായി. അങ്ങനെ ലീ കരയുമ്പോഴത്തേക്കും ജെനി അവനെ മടിയിലേക്ക് എടുത്തിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ജെനി എല്ലാവരോടും പറയുന്നത്, ഓക്കെ എല്ലാവരും ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ റോബിനും ലീയും ജെനിയുടെ അടുത്തിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മുടെ ചോയ് ഉണ്ടല്ലോ, അവന്റെ കാലി തറയിലങ്ങ് ഒട്ടിപ്പോവും, ഇവരുടെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല. ജെനിയാണെങ്കിൽ ആൾറെഡി ആ ഒരു കോഫി പൗഡർ കഴിച്ചത് കൊണ്ട് തന്നെ അവള് പെട്ടെന്ന് ടെലിപ്പോർട്ടായിട്ട് ഇവര് മൂന്നുപേരും മാത്രം രക്ഷോട്ട് പോവുകയും ചെയ്യുന്നു. അവിടുന്ന് നമ്മുടെ ചോയ് അവിടെ പെട്ടു. പക്ഷെ ഇവര് മൂന്നുപേരും വരുന്നത് ഈ ചർച്ചിനകത്താണ്, വേറെ എവിടെയും പോകത്തില്ല. ഇപ്പൊ ചോയ് അപ്പൊ എന്നെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും പോയെന്നും പറഞ്ഞ് അവൻ എല്ലാവരെയും വഴക്ക് പറയുന്നു. ഇത്തവണ അവൻ എന്തായാലും സത്യം പറയുമ്പോൾ അവന്റെ കാല് ഒട്ടിയിരുന്നത് പെട്ടെന്ന് ഇളകിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷയോടാണ്. എന്താന്ന് വെച്ചാൽ പലയിടങ്ങളിൽ പോയി ഒളിച്ചിരിക്കുന്നു. അപ്പൊ റൂബിനെ ലീനെ അവിടെ ഇരുത്തിയിട്ട് ജെനി പറയും, ഓക്കെ ഞാൻ പോയിട്ട് നമ്മുടെ ചോയെ രക്ഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവള് ടെലിപ്പോർട്ടായിട്ട് ചോയുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലാബിനകത്തുള്ള മറ്റൊരു റൂമിനകത്താണ് അവൾ വരുന്നത്. അപ്പൊ ആ റൂമിന്റെ അടുത്തായിട്ട് തന്നെയുള്ള ഒരു റൂമിൽ നിന്നാണ് ഈ സയന്റിസ്റ്റ് ആ വീൽ ചെയറിലുള്ള വയസ്സായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ അങ്ങേരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സയന്റിസ്റ്റ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ അപ്പൂപ്പന് ഭയങ്കരമായിട്ടുള്ളൊരു അസുഖമുണ്ട്.
അതിൽ നിന്നും അയാളെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ ഹൃദയം ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്നതും. എന്നിട്ട് അത് ഈ അപ്പൂപ്പന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മരണമില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ കഴിയാലോ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ജെനി രക്ഷപ്പെട്ട് പോയതുകൊണ്ട് ആ സയന്റിസ്റ്റ് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, അവളുടെ ബ്ലഡ് സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കുത്തിവെച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അത് കുത്തിവെക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു അപ്പൂപ്പൻ അടുത്ത് നിൽക്കുന്ന അയാളുടെ സെക്യൂരിറ്റികളോട് പറയുന്നുണ്ട്, ഈ മരുന്ന് കുത്തിവെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും കൊന്നേക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഈ സയന്റിസ്റ്റ് പേടിച്ച് ഈ അപ്പൂപ്പന് മരുന്ന് കുത്തിവെക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുന്നു. അത്രയും വയസ്സായിരുന്ന ആ ഒരു അപ്പൂപ്പൻ പതിയെ യങ്ങായിട്ട് മാറുകയാണ്. അയാളുടെ ശരീരത്തിലുള്ള ചുളിവുകളെല്ലാം മാറി അയാൾക്ക് പഴയ ആരോഗ്യം തിരിച്ചു വന്ന് പെട്ടെന്ന് അയാൾ ചെറുപ്പക്കാരനാകുന്നു. ആ ഒരു പഴയ ശക്തിയും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ മരണമില്ലാത്ത ആ ഒരു ജീവിതം അയാൾക്ക് കിട്ടി. ഈ ഒരു സന്തോഷത്തിൽ അയാൾ ചാടി എഴുന്നേറ്റ്, ഹേയ് ഇത് നല്ലതായിട്ടുണ്ട്, എനിക്ക് നല്ല ബലം ഉണ്ടെന്നെല്ലാം പറഞ്ഞ് കണ്ണാടിയിൽ കുറേ നേരം നോക്കിയത് ഈ സയന്റിസ്റ്റിനോട് താങ്ക്സ് എല്ലാം പറയുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. എന്താന്ന് വെച്ചാലേ അയാളുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ വീണ്ടും പഴയതുപോലെ ആവുന്നു. അയാളിപ്പോൾ പെട്ടെന്ന് വയസ്സാവാൻ തുടങ്ങാണ്. ശരീരമെല്ലാം വീണ്ടും ചുക്കിച്ചൊളുങ്ങി പ്രായമായി ഭയങ്കരമായിട്ട് പ്രായമാവുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു മരുന്ന് പ്രവർത്തിക്കും, പക്ഷെ കുറച്ചു നേരം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അത് അധിക കാലം നീണ്ടു നിൽക്കത്തില്ല. അങ്ങനെ എന്താണ് അയാള് വീണ്ടും വയസ്സായിട്ട് ഇപ്പോൾ എല്ലാം തോലുമായിട്ട് ആ അവസ്ഥയിൽ മരണപ്പെടുകയാണ്. ഇതെല്ലാം നമ്മുടെ ജെനി ഇവിടെ നിന്ന് കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ ഈ ഒരു അപ്പൂവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ കൊല്ലണമെന്നാണല്ലോ സെക്യൂരിറ്റികളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റികൾ ഇവരെ കൊല്ലാനായിട്ട് വരുന്നതും നമ്മുടെ ജോലി അവരെല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് എല്ലാവരോടും വെളിയിലോട്ട് പോകാൻ പറയും. അതുകൊണ്ട് ആ സെക്യൂരിറ്റിമാരെ ഇവരെയൊന്നും ചെയ്യത്തില്ല, അവരെല്ലാവരും വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ട നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവൾ പെട്ടെന്ന് പേടിച്ച് തിരിയുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം തട്ടയിട്ട് ഈ ശബ്ദം കേട്ട് നമ്മുടെ കിം അവളെ കാണും. അപ്പൊ ആ ഒരു സയന്റിസ്റ്റ് പറയും അവളെ പിടിക്കാൻ പറയുന്നത്. കിം അകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ജെനി അവിടെ നിന്ന് ടെലിപ്പോർട്ടായിട്ട് പോവാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു പ്രശ്നം. നമ്മുടെ ലിയോ റോബിനും ആ ഒരു ചർച്ചിനകത്തിരിക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കയറി വന്നിട്ട് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ അതിന് നടുവിലേക്കാണ് നമ്മുടെ ജെനി ടെലിപ്പോർട്ടായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ജെനി പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അവളെ നോക്കിയിട്ട് ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്ന് ചോദിക്കുന്നതും ജെനി എല്ലാവരെയും നോക്കിയിട്ടാണ് പറയുന്നത്, ആ ഓക്കെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു, ഓക്കെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും എല്ലാവരുടെയും നടുവിലൂടെ നടന്നു വരികയാണ്. അങ്ങനെ നടന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവളുടെ നാട്ടുകാരായിട്ടുള്ള ചിലര് ഇതാ ഒരു ഭ്രാന്തി പെണ്ണല്ലേ, ഇവളെങ്ങനെ ഇവിടെ വന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ കളിയാക്കാൻ തുടങ്ങുന്നതും ഓരോരുത്തരും പലയിടങ്ങളിൽ നിന്ന് കളിയാക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജെനി നടന്ന് തിരിച്ചു രക്ഷപ്പെട്ട് പോകാനുള്ളത് അവൾ അവരോട് വന്നിട്ട് വഴക്ക് പറയുന്നു. ഇവരിങ്ങനെ പറയുന്നത് കൂടി കേൾക്കുന്നത് ജെനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ജെനി തിരിച്ചു വന്ന് എല്ലാവരെയും വിളിച്ച് വഴക്ക് പറയാണ്. എടാ നീ മറ്റേ കടമെല്ലാം എടുത്തിട്ട് ആകെ മുടിഞ്ഞിരിക്കുന്ന ഒരുത്തനല്ലേ, നീ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ കടമെല്ലാം തീരുമെന്നാണോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയായിട്ട് അവൾ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും നമ്മുടെ റൂബിൻ അവിടെ നിന്നിട്ട് ഇവളെന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജെനിയെ കൈ കാണിച്ചിട്ട് ഇതേ ഇങ്ങോട്ട് വരാൻ പറയുന്നതും ജെനി ഇപ്പൊ അവിടേക്ക് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ജോലി ഉണ്ടല്ലോ, അവള് അവിടെയുള്ള ആ ഒരു CCTVയിലൂടെ തന്നെ ഈ ചർച്ചിനകത്തിരിക്കുന്ന സാധാരണ ജനങ്ങളെ എല്ലാവരെയും കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ജെനിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അതനുസരിച്ച് എല്ലാവരും ഇപ്പോൾ സോംബികളെ പോലെയായി മാറി ജെനിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ജെനി ഇവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഓടി അങ്ങനെ വരുന്നതും എല്ലാവരും അവളെ പിടിക്കുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കും ലീ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ജെനിയെ പൊക്കിയെടുത്ത് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് എന്താണ് ഇവർ 3 പേരെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി വരുന്നു. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും അവരെ പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരും പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഓടി ഒരു കഥകിനടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ജെനിയും ലീയും വെളിയിലേക്ക് ഓടി വരുമ്പോഴത്തേക്ക് റൂബിൻ മാത്രം അവിടെ താഴെ വന്ന് വീഴും. അപ്പോഴേക്കാണ് താഴെ കിടന്നിട്ട് റൂബിൻ, ഓക്കെ നിങ്ങൾ പോയിക്കോ, എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ രണ്ടുപേരും മാത്രമേ രക്ഷപ്പെട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇല്ല നല്ലവനായിട്ട് സിനിമകളുടെ അവസാനമൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുമല്ലോ, അതുപോലെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീ അങ്ങനെ ഒരൊറ്റ വലിയ അവനെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഇത്രയുള്ള കാര്യമൊന്നും പറഞ്ഞ് അവനെ എടുത്തിട്ട് വീണ്ടും ഇവർ 3 പേരും ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം നമ്മുടെ കണ്ണാടി ചോയിനെ കാണിക്കുമ്പോൾ അവനിപ്പോ ഇവരാരും കാണാതെ ആ ഒരു ബിൽഡിങ്ങിന്റെ സീലിംഗ് ഭാഗം ഉണ്ടല്ലോ അതിലൂടെ ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒട്ടി അങ്ങനെയില്ല പല്ലികൾ പോവല്ലോ അതുപോലെ പോവാണ്. എന്നിട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ വന്ന് നിൽക്കുന്നത് ഈ ആസിഡില് ഇവിടെയുള്ള ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് കരിച്ചു കളയല്ലോ അതിന് മുകളിലായിട്ട് ഇപ്പോ വല്ല സത്യം പറഞ്ഞ് താഴെ വീണാല് അവൻ നേരെ ആസിഡിലേക്ക് വീഴും. അപ്പോഴാണ് ജോലിയും സാറയുണ്ടല്ലോ ഇവര് രണ്ടുപേരും അവിടേക്ക് വന്ന് നിന്നിട്ട് എന്തോ ഒരു കാര്യം പറയുന്നു. അതെന്താണെന്ന് നമ്മുടെ ചോയ് കേൾക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സാറ് പറയുന്നത് ഡിസംബർ 31-ാം തീയതി ലോകം അവസാനിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇത്രയും പേരുടെ ജീവൻ പണയമായിട്ട് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ സാറയ്ക്ക് ഇപ്പോഴും അവളുടെ അച്ഛനോട് അത്ര വിശ്വാസമില്ല. പക്ഷെ ജോലി നേരെ തിരിച്ചാണ്, അവളുടെ അച്ഛന് അത്രയും വിശ്വാസമാണ്. അച്ഛൻ വെറുതെ അല്ല ഇതൊന്നും ചെയ്യുന്നത്,
ഇത്രയും കെമിക്കൽസ് ഉണ്ടാക്കിയിട്ട് ഈ പട്ടണത്തിലുള്ള എല്ലാവരുടെ മേളിലും അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് പല രീതിയിലുള്ള സൂപ്പർ പവർ കിട്ടി. ചിലർക്ക് മരണമില്ലാത്ത ഹൃദയം കിട്ടും. അപ്പൊ അവരെ വെച്ച് റിസർച്ച് ചെയ്തിട്ട് നമുക്കുള്ള ആ ഒരു പ്രശ്നവും അച്ഛന് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കെമിക്കൽസ് എല്ലാം കറക്റ്റ് സമയത്ത് നീ അവിടേക്ക് എത്തിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ സാറ ഓക്കെ നീ എത്ര പറഞ്ഞാലും മാറത്തില്ല എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അവൾ ആ ഒരു കെമിക്കൽ ലോഡുമായിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർ ഈ ഒരു കെമിക്കൽസ് എല്ലാം വെച്ചിട്ട് ഈ പട്ടണത്തിലുള്ള എല്ലാവരിലും ഈ കെമിക്കൽസ് പരീക്ഷിക്കാൻ പോവാണ്. അത് മൊത്തമായിട്ടും എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ജനങ്ങൾ മരിക്കും. ചിലർക്ക് മാത്രം എന്തെങ്കിലും പവറുകൾ കിട്ടിയിട്ട് അവർ ജീവിക്കും. എന്നാൽ അവരെയും വെറുതെ വിടുമെന്നാണോ? അവരെ എല്ലാവരും വെച്ചിട്ട് ഇവരെ റിസർച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചോയ് കേട്ടിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചോയ് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഇതേസമയം നമ്മുടെ റൂബിനാണെങ്കിലോ ബോധമില്ലാതെ താഴെ കിടക്കുമ്പോൾ ജേനി അവനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് അവനെയും കൊണ്ട് ടെലിപ്പോർട്ടായിട്ട് അവനെ നേരെ വീട്ടിലേക്ക് കൊണ്ട് കിടത്തും. നമ്മുടെ ലീയോടൊപ്പം ബാക്കിയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജേനി ആയുധങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവൾ ഓടി നടക്കുന്നതും ഇവിടെ ലീയുടെ മുന്നിലേക്ക് കിം എന്ന് പറഞ്ഞ അവൻ വരുന്നു. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള പവറാണെന്ന് പറഞ്ഞല്ലോ. പിന്നീട് എന്താണ്, രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്യുന്നു. അതും ഒന്നൊന്നര ഫൈറ്റ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തില് കിം അവന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, കൈകൾ കൂട്ടിയടിക്കുന്ന ആ ഒരു പവർ, അത് വെച്ച് ലീയുടെ നെറുക്കിനെ പ്രയോഗിക്കുന്നതും ലീ സൈഡിൽ നിന്ന് തന്റെ ഒരു പവർ ഉണ്ട് അത് വെച്ച് അങ്ങനെ ഒരു ഒറ്റയടി. ഇത് കാരണം രണ്ടുപേരും രണ്ടു വശങ്ങളിലേക്ക് തെറിച്ചു വന്ന് വീഴുന്നു. ഇതേ സമയം നമ്മുടെ ചോയ് ആണെങ്കിലോ അവിടെയുള്ള AC വെന്റിലേറ്റർ വഴി രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നിട്ട് അടുത്തൊരു മുറിയിലൂടെ ഇങ്ങനെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ജോലി കൺട്രോൾ ചെയ്ത് സോംബിയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നിൽക്കാണ്. അവരെ കാണുന്നതും ചോയും അവരെ പോലെ തന്നെ നടക്കും, അവരറിയാത്ത രീതിയിൽ. പക്ഷെ അവരിങ്ങനെ പിറകെ നടന്നു വന്നിട്ട് അവർക്ക് മനസ്സിലായി ഇവരന്വേഷിക്കുന്ന ആളിൽ ഒരാളാണ് ഇവനെന്ന്. അതുകൊണ്ട് ചോയുടെ പിറകെ വരുന്നത് ചോയ് പെട്ടെന്ന് ഓടിയിട്ട് ഒരു കബോർഡിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കും. അപ്പൊ ഇവർ നടന്നു വന്ന് ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോൾ ചോയ് അവരെ കണ്ട് ചിരിച്ചിട്ട് പതിയെ ആ ഒരു ഡോർ പിടിച്ചങ്ങ് അടയ്ക്കും. അപ്പൊ അവർ വീണ്ടും വന്നൊരു ഡോർ തുറക്കുന്നു. അങ്ങനെ ഇത് 2-3 തവണ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ചെയിൻസോ മെഷീനുമായിട്ട് നമ്മുടെ ജേനി അവിടെ വന്ന് എല്ലാവരെയും പേടിപ്പിച്ച് നമ്മുടെ ചോയിനെ രക്ഷപ്പെടുത്തി നേരെ ആ ഒരു മെയിൻ ഹോൾ ഉണ്ടല്ലോ, ലീയും കിമ്മും ഫൈറ്റ് ചെയ്യുന്ന അവിടേക്ക് വരും. അപ്പോൾ ചോയ് ജെന്നിയോട് പറയുന്നുണ്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, എല്ലാ ജനങ്ങൾക്കും സൂപ്പർ പവർ കൊടുത്ത് ഒരുപാട് പേരെ കൊല്ലാൻ പോകുന്നു, അതിലെന്റെ കുടുംബം ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ചോയ് കിടന്ന് കരയുമ്പോഴത്തേക്കും പെട്ടെന്ന് ജോലി കൺട്രോൾ ചെയ്ത എല്ലാവരും ഈ ഒരു മെയിൻ ഹാളിലേക്ക് വരും. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു ഹാക്സോ മെഷീനും വെച്ചിട്ട് ജെനി എല്ലാവരെയും പേടിപ്പിച്ച് അടുത്തേക്ക് വന്നാലും ഞാൻ വിട്ടോന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒഴിഞ്ഞു മാറി പോവാണ്. ഇതേ സമയം കിമ്മിനെ കാണിക്കുമ്പോൾ കിമ്മാണെങ്കിൽ അധികമായിട്ട് തന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് അവന്റെ ശരീരത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോ അവൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ജോലിയുടെ മുന്നിൽ കിടക്കുന്നു. ജോലിക്കാണെങ്കിൽ അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് നല്ല വിഷമമുണ്ട്. പക്ഷെ കിമ്മിന് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കിം അവിടെ വെച്ച് മരിക്കാണ്. ഇവിടെ ആ ഒരു മെയിൻ ഹാളിലാണെങ്കിലോ നമ്മുടെ ചോയിനെ ജെനി ടെലിപ്പോർട്ട് ചെയ്ത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ച് ഈ ഒരു ഹാളിലേക്ക് തന്നെ വരും. അവിടെ വന്നിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജെനിയുടെ മുത്തശ്ശി അവിടെ ആളുകളെയും കൊണ്ടുവരുന്നത്. കാരണം സമരത്തിന് വേണ്ടിയിട്ട് ഒരു 200 പേരെ കൊണ്ടുവന്നിരുന്നല്ലോ, അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇപ്പൊ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതുമല്ല ആ ഒരു മുത്തശ്ശി പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് തന്റെ കയ്യിലൊരു ചെറിയ മൈക്കുണ്ട്, അത് വെച്ച് എല്ലാവരും ഒന്ന് നിർത്താവോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ചർച്ചയിൽ ചേർന്ന എല്ലാവരെയും ജോലി കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ, അവളുടെ കൺട്രോളിൽ നിന്നും എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. എന്താന്ന് വെച്ചാല് ഇതുപോലെ മൈക്ക് വെച്ച് അവരുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ആ ഒരു പവറിൽ നിന്നും വെളിയിലേക്ക് വരും. എന്നിട്ട് മുത്തശ്ശിയും കൊച്ചുമകളും കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ മോളെ നീ ഒരുപാട് മാറിപ്പോയി, നിന്റെ മുടിയെല്ലാം നോക്ക്, ഒട്ടും വൃത്തിയില്ല, നീ കുളിക്കത്തില്ലേ എന്നെല്ലാം ചോദിച്ച് ഇത്രയും വലിയ പ്രശ്നത്തിനിടയിൽ അവർക്ക് അതൊക്കെയാണ് വലിയ കാര്യം. അതേസമയം നമ്മുടെ ലീ നേരെ ആ ഒരു സയന്റിസ്റ്റിന്റെ റൂമിലേക്ക് ചെല്ലും. അയാൾ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സയന്റിസ്റ്റ് ലീയെ കാണുന്നതും ഓ നീ വന്നല്ലേ, നിന്റെ അമ്മയെ കാണാൻ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ലീ ചോദിക്കും എന്തിനാ ഞങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്ന് എന്തിനാ ഞങ്ങളുടെ മേളിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തത്, ഞങ്ങളെല്ലാവരും വേദനിപ്പിച്ചത്. അതിനെല്ലാം ഒരു കാരണമുണ്ട്, മനുഷ്യന് മരണമില്ലാത്ത ജീവിതത്തിനോടുള്ള ആഗ്രഹം. അത് മാത്രമാണ് എന്നെ ഈ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നിപ്പിച്ചത്. അതുകൊണ്ട് അന്ന് ഞങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ട് കുട്ടികളെ ആവശ്യമായിരുന്നു. അപ്പ കിട്ടിയ കുട്ടികളിൽ നീ ഒരാളാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാരണങ്ങളൊക്കെ എന്നോട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ ലീ പറയും നിങ്ങളുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളെ നിങ്ങൾ കൊന്നു എന്ന് പറയുമ്പോൾ അതെ ഒരുപാട് കുട്ടികൾ മരിച്ചു, പക്ഷേ അതിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ, അവർക്കെല്ലാവർക്കും പല രീതിയിലുള്ള സൂപ്പർ പവറുകൾ കിട്ടി. പക്ഷെ എന്ത് കാര്യം, കിട്ടിയിട്ടും നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയത്തില്ല, നമുക്കും ഓരോ കുറവുകളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിന് ഇനിയും ഒരുപാട് കുട്ടികളെ കൊല്ലാനോ? എന്നിട്ട് ആ ഒരു സയന്റിസ്റ്റ് പറയും ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഇവിടെയുള്ള എല്ലാ ജനങ്ങളിലും ഞാൻ ആ ഒരു മരുന്ന് പ്രയോഗിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ കിം പറയും നിനക്കെന്താ ഭ്രാന്താണോ, അന്ന് നീ റിസർച്ചിനായിട്ട് കൊണ്ടുവന്ന ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി,
ശക്തി കിട്ടിയിട്ടും അതിലും ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി. ഇനി ഒരിക്കലും ഞാൻ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലീ മുന്നിലേക്ക് വരുന്നതും പെട്ടെന്ന് ലീയുടെ നെറ്റിയിൽ കുറെ ലേസർ ലൈറ്റുകൾ അടിക്കുന്നു. എന്താന്ന് വെച്ചാല് ചുറ്റിനും ഒരുപാട് സെക്യൂരിറ്റി പോലീസുകാരെ കണ്ടല്ലോ. അവരെല്ലാവരും നമ്മുടെ ലീയെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവരെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ജൂലി. എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നതും ബുള്ളറ്റ് എല്ലാം നല്ല വേഗതയിൽ ലീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. അവിടെയാണ് ഒരു മാസ് മൊമെന്റ്. എന്താന്ന് വെച്ചാല് അവന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് ആ ഒരു ബുള്ളറ്റ് എല്ലാം പതിയെ തിരിക്കും. ഇത് കണ്ട് ജൂലിയും ആ ഒരു സയന്റിസ്റ്റും പേടിച്ച് നിൽക്കാണ്. അങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇത് തിരിച്ച് അവരിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതും ജൂലി എങ്ങനെയോ രക്ഷപ്പെടും. പക്ഷേ അവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റിമാരെല്ലാം മരിക്കും. അതേപോലെ ഒരു ബുള്ളറ്റ് ഈ സയന്റിസ്റ്റിന്റെ നെഞ്ചിലും തറയ്ക്കും. അതുപോലെ ഈ ഒരു ബുള്ളറ്റ് അവിടെയുള്ള ഗ്യാസ് ടാങ്കിലെല്ലാം കൊണ്ടിട്ട് അവിടെ നല്ല ഇതിൽ പൊട്ടിത്തെറിയും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സയന്റിസ്റ്റും നമ്മുടെ ലീയും അവിടെ തന്നെ നിൽക്കുമ്പോൾ തീ വന്ന് അവരുടെ മുകളിലേക്ക് വീഴുന്നു. ലീ മരിച്ചോ ഇല്ലേന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു വലിയ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ജെനി ലീക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ച് ലീയെ രക്ഷിക്കാൻ വേണ്ടി ടെലിപ്പോർട്ടായിട്ട് ഈ മുറിക്കകത്തേക്ക് വരും. എന്നിട്ട് ലീ ആണെന്ന് വിചാരിച്ച് അതിനകത്ത് മരിക്കാതെ ജീവനോടെ നിൽക്കുന്ന സെക്യൂരിറ്റികളൊക്കെ ഉണ്ടല്ലോ, അവരെ ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു. ലീ അന്വേഷിക്കുന്നു, വെളിയിലേക്ക് വരുന്നു. വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു, ലീ അന്വേഷിക്കുന്നു, വെളിയിലേക്ക് വരുന്നു. ഇങ്ങനെ നോക്കി നോക്കി അവസാനം ലീയെ കിട്ടാതെ വരുമ്പോൾ അവൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജെനി നല്ലതുപോലെ ഇരുന്ന് കരയും. ഇതേ സമയം ജൂലിയാണെങ്കിലോ തൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് അവനെ തൊട്ട് നോക്കുമ്പോൾ അവന് ജീവനില്ല, അയാൾ മരിച്ചുപോയി. എന്തായാലും തൻ്റെ അച്ഛനെ രക്ഷിക്കണമല്ലോ, എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവള് അയാൾ തന്നെ ഉണ്ടാക്കിയ ആ മരുന്നുണ്ടല്ലോ അതെടുത്ത് അയാളുടെ കയ്യിലേക്കെല്ലാം കുത്തിവെക്കുന്നുണ്ട്. പക്ഷേ ഒരു അനക്കവും തോന്നുന്നില്ല. ഇപ്പൊ ഈ ദേഷ്യത്തിൽ ജെനി എഴുന്നേറ്റിട്ട് സാറയെ വിളിച്ചിട്ട് പറയും, ഓക്കെ അവിടെ എന്ത് നടന്നാലും കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ചത് അതെന്താണോ അത് നടക്കണം. അതുമല്ല ഇവിടെ നടന്ന ഈ ഒരു സംഭവം ഒരിക്കലും സാറയോട് പറയത്തുമില്ല. സഹായത്തിന് വേണ്ടി ഞാൻ മറ്റൊരാളെ അയക്കാമെന്നും അവൾ പറയുന്നുണ്ട്. അതാരാണെന്നും അറിയത്തില്ല. ഇതേ സമയം നമ്മുടെ ലീ ആണെങ്കിലോ അവനെ കാണിക്കുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും എഴഞ്ഞെഴഞ്ഞ് ഈ ചർച്ചിന്റെ മറ്റൊരു ഭാഗത്തൂടെ പോകുമ്പോഴത്തേക്കും ഇവര് ജയിലിൽ അടച്ചിട്ടിരുന്ന ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ആ അപ്പൂപ്പൻ വന്ന് നമ്മുടെ ലീയെ വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. എന്താന്ന് വെച്ചാൽ അപ്പൂപ്പനുള്ള ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ, അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പുഴുക്കളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഏതെങ്കിലും ഇരുമ്പ് ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ദ്രവിച്ചു പോവും. അതുപോലുള്ളൊരു പവറാണ്. ഇതേ സമയം ജൂലി ആണെങ്കിലോ ഇപ്പോ ജെനിയും മുത്തശ്ശിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവരോട് സംസാരിക്കുകയാണ്. അപ്പോഴും മുത്തശ്ശി ജൂലിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് പെട്ടെന്ന് ജൂമോയെ കൺട്രോൾ ചെയ്ത് ഈ മുത്തശ്ശിയെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്തിങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മുടെ ജെനി പെട്ടെന്ന് ആ ഒരു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ടെലിപ്പോർട്ടായിട്ട് അവിടെ നിന്ന് മുത്തശ്ശിയെ രക്ഷപ്പെടുത്തും. അപ്പോൾ ജൂലി പറയുന്നുണ്ട് അവൾ എവിടെയും പോകത്തില്ല, ഇവിടെ തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നതും ഇവരെല്ലാവരും നമ്മുടെ ജെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ തിരിച്ചു വരുന്ന ജെനിയെ കൊല്ലാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ ജെനി വരുന്നത് എന്താണെന്നറിയും? നമ്മുടെ ജെനി വരുന്നത് ഒരു വലിയ ബുൾഡോസറും കൊണ്ടാണ്. അത് കൊണ്ടുവന്നിട്ട് വാടാ ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുൾഡോസർ ഓടിച്ച് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവർക്കും പെട്ടെന്ന് ജെനിയെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതേ സമയം നമ്മുടെ റൂബൻ ഉണ്ടല്ലോ, അവൻ ഇപ്പോഴാണ് മയക്കത്തിൽ നിന്ന് കണ്ണുറങ്ങുന്നത്. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ചോയ് അവൻ രക്ഷപ്പെട്ട് നേരെ ടൗണിലേക്ക് വന്നിട്ട് ഇന്നത്തെ രാത്രിയിലുള്ള ഒരു ആഘോഷമുണ്ട്, അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്. അതിനിടയിലാണ് ചോയിയുടെ ഭാര്യയും മകളും ഉള്ളത്. ഇപ്പോൾ ഓടി അവരുടെ നടുവിലേക്ക് വന്നിട്ട് ഈ 4 സിറ്റിയിലേക്ക് പോരുത്, അവിടെ വലിയൊരു അപകടം സംഭവിക്കാൻ പോവാണ്, നമുക്കെല്ലാവർക്കും രക്ഷപ്പെട്ട് പോകാന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരാരും അത് വിശ്വസിക്കുന്നില്ല. ചോയ് പറയുന്നതെല്ലാം എന്തോ മണ്ടത്തരാണ്, ഇവർ ഭ്രാന്ത് പിടിച്ചു എന്നെല്ലാം പലരും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചോയിയുടെ ഭാര്യയ്ക്കും മകൾക്കും ചോയ് ഇങ്ങനെ കിടന്ന് ഭ്രാന്തനെ പോലെ എല്ലാവരും അവനെ ഭ്രാന്തനെ പോലെ കാണുന്നത് കൊണ്ട് അവർക്കും ഭയങ്കര നാണക്കേടായിട്ട് അവന്റെ ഭാര്യ പറയും, ദേ ഇനി നിങ്ങൾ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് നിങ്ങളെ ഞാൻ ഡിവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് ചോയ്ക്ക് നല്ല വിഷമായി. അങ്ങനെ ചോയ് ഒരിടത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റൂബിൻ ചോയിയുടെ അടുത്തേക്ക് വരുന്നത്. അതേസമയം തന്നെ ജെനിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചോയ് പറയും ഇന്ന് രാത്രിയാണ് അവർ ആ ഒരു കെമിക്കൽസ് വെച്ചിട്ട് നമ്മുടെ നഗരത്തിലെ ആളുകൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, അതെന്തായാലും നമുക്ക് തടഞ്ഞേ മതിയാവും. അതുപോലെ ഇപ്പോഴാണെങ്കിലോ നമ്മുടെ ലീയും ഇവരോടൊപ്പം ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേര് പല വഴിക്കായിട്ട് തിരിഞ്ഞ് ആ ഒരു എറ്റേണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരെവിടെയൊക്കെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു തെരുവിന്റെ പല ഭാഗങ്ങളിൽ പോവാണ്. അങ്ങനെ ചോയ് പോകുമ്പോഴത്തേക്കാണ് അവന്റെ മകൾ ആ ഒരു പരേഡിൽ പോകുന്നത് കണ്ടിട്ട് ചോയ് തന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ പിറകെ തന്നെ പോകുന്നു അവരറിയാതെ. ഇവിടെ നമ്മുടെ ജെനിയെ റൂബിനും ആ തെരുവിലൂടെ എല്ലാം നടന്ന് അവസാനം നമ്മുടെ ലീ ഉണ്ടല്ലോ അവനെ കണ്ടുപിടിക്കും. ഓ വാദിയാരെ, ഇപ്പോഴാണ് ഇത്തിരി സമാധാനമായത്, നീ വന്നല്ലോ, ബാ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പട്ടണത്തിനെ സംരക്ഷിക്കണം, നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലീ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്നൊരു കാർ അങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ നിൽക്കൊരു ഒറ്റയേറ് കറക്റ്റ് സമയത്ത് മുന്നിലേക്ക് റൂബിൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജെനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് സത്യത്തില് അത് ലീ അല്ല, ലീയെ കൺട്രോൾ ചെയ്തേക്കാണ് അതും ജൂലി. എന്നിട്ട് എന്താണ് ഇവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ലീയെ വെച്ചിട്ട് ആ ഒരു കാറെല്ലാം ഇവരുടെ നേർക്കിങ്ങനെ എറിയും. പക്ഷെ നമ്മുടെ റൂബിൻ അതെല്ലാം എടുത്ത് ദൂരേക്ക് എറിയുമ്പോൾ
ഈ കാറെല്ലാം തെറിച്ചു വന്ന് വീഴുന്നത് ഈ റോഡ് ഷോ നടക്കുമല്ലോ അവരുടെ ഇടയിലേക്ക്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും പേടിച്ച് പല വഴിക്ക് വിടുന്നു. ഈ സമയം നോക്കി നമ്മുടെ ചോയ് അവന്റെ ഭാര്യനെ മകളെയും വിളിച്ചിട്ട് ഒരു റെസ്റ്റോറന്റിനകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. ഇതേ സമയം നമ്മുടെ സാറ ഉണ്ടല്ലോ, അവളെ സിറ്റിക്ക് വെളിയിൽ നിന്നിട്ട് ഈ ഒരു കാറെല്ലാം പറന്നു പോകുന്ന കാര്യം അവൾ കാണുന്നുണ്ട്. അപ്പൊ ജൂലി പ്രത്യേകം പറഞ്ഞിരുന്നു കിമ്മിന് പകരം വേറൊരാളെ അയക്കാന്ന്, അതിനിപ്പോ ലീ ആയിരിക്കും എന്നവൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ലീ ആണെങ്കിലും ഇപ്പോഴും നിർത്താതെ നമ്മുടെ ജെനിയുടെ നേർക്ക് ആ ഒരു കാറുകൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഭാഗ്യത്തിന് റൂബിനുള്ളത് കൊണ്ട് അതെല്ലാം തടഞ്ഞ് ജെനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവും. അപ്പോഴാണ് ജെനി ഒരു കാര്യം ആലോചിക്കുന്നത്. ഇതുപോലെ അവളുടെ മുത്തശ്ശി ആ ഒരു മൈക്ക് വെച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പഴയ അവസ്ഥയിലേക്ക് വന്നിരുന്നല്ലോ. അതുപോലെ തന്നെ ലീയെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നൊരു മൈക്ക് എടുത്ത് അവള് സംസാരിക്കാണ്ട് വരുന്നതും പെട്ടെന്ന് ലീ അവളെ അടുത്തേക്ക് പിടിച്ച് അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കാണ്. അപ്പൊ ഇത് കണ്ട റൂബിനാണെങ്കിലോ വാദിയരെ അവളെ വെറുതെ വിടുന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ജെനി മരിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ടെലിപ്പോർട്ടായിട്ട് അവനെയും കൊണ്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് വരുന്നു. എവിടെയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ അവൾ ടെലിപ്പോർട്ടായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു മംഗോളിയൻ കാട്ടിലെ ഗുഹയ്ക്കകത്തേക്ക് പോകുമല്ലോ അവിടേക്ക്. അപ്പൊ ഇത്രയും ദൂരം നിൽക്കുന്നതുകൊണ്ട് ലീയെ ജെനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോഴാണ് ലീ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് എന്താണ് ജെനി ലീയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് പിന്നെ അവനെ കെട്ടിപ്പിടിച്ച് അവര് രണ്ടുപേരും അവിടെ നിന്ന് സ്നേഹിക്കാണ്. ഇതേ സമയം ജൂലിയെ കാണിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തന്റെ ആ ഒരു ദേഷ്യമാണ് വലുതെന്ന് പറഞ്ഞ് അവള് ഈ ഒരു ചർച്ചിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കൺട്രോളിലെടുക്കും. എന്താണെന്ന് വെച്ചാൽ അവൾ ഉയരമുള്ള ഒരു ഭാഗത്ത് നിൽക്കാണ്. അവൾക്ക് ആരെയൊക്കെ കാണാൻ കഴിയോ അവരെ എല്ലാവരെയാണ് അവൾ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വിടുമ്പോഴത്തേക്കും നമ്മുടെ ചോയ്ക്ക് എന്തായാലും ഇവരെല്ലാവരും രക്ഷിച്ചേ മതിയാവും. അതുകൊണ്ട് തന്റെ കുടുംബത്തോട് ഓക്കെ ഞാൻ ഏതായാലും പോയി അവരെ രക്ഷിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യ ചോദിക്കും നീ എന്താ സൂപ്പർ ഹീറോ ആണോ അവരെല്ലാവരും രക്ഷിക്കാനായിട്ട്? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ തന്നെ ഇരുന്നോ, പേടിത്തോണ്ടാ, നീ ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ എന്റെ ലൈഫിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ ഒഴിവാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ചോയിയെ വഴക്ക് പറയുമ്പോഴത്തേക്കും ചോയ് പറയും സത്യം പറയാലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് തന്റെ മകളുടെ ചെവിയിലേക്ക് ഒരു ഹെഡ്ഫോണും എടുത്ത് വെച്ച് അവിടെയുള്ള മ്യൂസിക്കും പ്ലേ ചെയ്യും. എന്നിട്ട് അവന്റെ ഭാര്യയെ പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും അവന്റെ ഭാര്യയ്ക്കും അവനോട് ഇപ്പോൾ നല്ല ഇഷ്ടമായി. എന്നിട്ട് എന്താണ് നമ്മുടെ ജെനി ലീനയും കൊണ്ട് വീണ്ടും ഇതേ തെരുവിലേക്ക് തന്നെ വരുന്നു. റൂബിനും അവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോയും കൂടി ചേർന്നിട്ട് മറ്റേ അവഞ്ചേഴ്സിൽ എല്ലാവരും വന്ന് ഒത്തുചേർന്ന് ചുറ്റിനും നിൽക്കുമല്ലോ അതുപോലെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു കയ്യിൽ നിന്ന് തന്നെ നോക്കാന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ നിൽക്കുന്നതും ഇപ്പോൾ ജോലി കൺട്രോൾ ചെയ്ത എല്ലാവരും ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലീ അവന്റെ പവർ ഉപയോഗിച്ചിട്ട് ആ ഒരു കാർ വെച്ച് ഇവരെല്ലാവരും തടയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളവരോട് എല്ലാവരോടും ഇവർ പല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. ഇവിടെയാണ് ഒരു കാര്യം, നമ്മുടെ ചോയുടെ മുന്നിൽ ജെനി നിൽക്കുവാണല്ലോ. അപ്പോൾ ഒരു പോലീസുകാരൻ ഇവരെ അടിക്കാനായിട്ട് വരുമ്പോൾ ജെനി പെട്ടെന്നങ്ങ് മാറിപ്പോവും. അപ്പോഴാണ് ചോയ് അവള് വീണ്ടും കളഞ്ഞിട്ട് പോയോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നു. ഇപ്പൊ ജെനി ആണെങ്കിൽ ടെലിപ്പോർട്ടായിട്ട് ഓരോരുത്തരുടെ മുന്നിൽ വന്ന് അവരടിക്കാനായിട്ട് വരുമ്പോൾ ഒഴിഞ്ഞു മാറും. ആ പടി കൊള്ളുന്നത് വേറൊരാൾക്ക്. ഇങ്ങനെയാണ് അവള് മാറുന്നത്. റോബിനും ഡിയും അവരുടെ ആ ഒരു പവർ വെച്ചിട്ട് ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചോയ്ക്കാണെങ്കിൽ അടിക്കാൻ അറിയത്തില്ലല്ലോ, അവന്റെ ശരീരം ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോയ് ഓടി ഓടി വന്നിട്ട് എന്തോ ഒരു കള്ളം പറഞ്ഞ് അടുത്തുള്ള വലിയൊരു ബോളുണ്ട് അതിലേക്ക് തൊടും. അപ്പോഴാണ് അവന്റെ ശരീരം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ അവൻ അടിക്കാൻ വരുന്ന ഒരു പോലീസുകാരന്റെ ശരീരവും അവനോടൊപ്പം തന്നെ അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും. ഇപ്പൊ നമ്മുടെ ചോയ്ക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു വലിയ പന്ത് ഉരുണ്ടു വന്നിട്ട് നമ്മുടെ ലീയുടെ മുന്നിൽ നിൽക്കുന്ന ഒരുത്തനെ ആ പന്തിനോടൊപ്പം തന്നെ എടുത്തോണ്ട് പോകുന്നു. എന്താന്ന് വെച്ചാല് ചോയ് അതിൽ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാവരെയും ഇതുപോലെ തന്നെ ആ ഒരു പന്തിൽ ഒട്ടിച്ചിട്ട് ഈ തെരുവിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാണ്. അതും ചോയ്ക്ക് നല്ല സന്തോഷമായി. അപ്പോഴാണ് നമ്മുടെ ജെനി അവിടെ നിൽക്കുന്നതും അവളെയും ഈ ഒരു പന്തിലേക്ക് ഒട്ടിച്ചിട്ട് അവളെയും പൊക്കിയെടുത്തിട്ട് പോകുന്നു. അപ്പൊ ജെനിയും ആ ഒരു പന്തിൽ ഒട്ടിയിരുന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് ഹേയ് ചോയ് ഇത് നല്ല രസമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു പന്തിനോടൊപ്പം ഉരുണ്ടു പോകുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ ലീ ഇത് നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അടിച്ചിട്ടിട്ട് ഇവർ നാലുപേരും വീണ്ടും ഒരുമിച്ച് ചേരുമ്പോഴത്തേക്കാണ് ചോയുടെ ഭാര്യയും മകളും ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതത്തോടെ നിൽക്കാണ്. അപ്പോഴാണ് ചോയ് പറയുന്നത് ഓക്കെ അവർ രാത്രിയിലെ ഈ വെടിമരുന്നിൽ മരുന്ന് മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അത് നമ്മൾ തടഞ്ഞേ പറ്റൂ. അപ്പോൾ ജെനി പറയും ലീ നീ ഇവരെ നോക്കിക്കോ, ഞാനും റൂബിനും അത് കണ്ടുപിടിക്കാൻ പോവാന്നും പറഞ്ഞ് റൂബിനെയും വിളിച്ചിട്ട് അവൾ ടെലിപ്പോർട്ടായിട്ട് പോകുന്നു. ഇപ്പോൾ ലീ ആണെങ്കിൽ അവൻ്റെ സൂപ്പർ പവർ വെച്ച് അവിടെയുള്ള എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചോയ് അവിടെയുള്ള ആ ഒരു കെട്ടിടത്തിൽ പിടിച്ച് സ്പൈഡർമാൻ പോകുന്നത് പോലെ പിടിച്ചു പിടിച്ച് മുകളിലേക്ക് പോവാണ്. അപ്പോഴാണ് ചോയുടെ മകൾ ഇത് കണ്ടിട്ട് അച്ഛൻ സൂപ്പർ പവറുള്ള ഒരാളാണോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജെനിയും റൂബിനും ഓരോ കണ്ടെയ്നറിന് അടുത്തേക്ക് വന്നിട്ട് അതെല്ലാം തുറന്ന് നോക്കാണ് അതിലൊക്കെ മരുന്നുണ്ടോ ഇല്ലേന്ന്. പക്ഷെ അതിലൊന്നും മരുന്ന് കാണുന്നില്ല. എന്താണെന്ന് അറിയാതെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആകാശത്തോടെ എന്തോ ഒരു കാര്യം പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവര് രണ്ടുപേരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതെന്താണെന്ന് ഇപ്പോഴും നമ്മളെ കാണിക്കുന്നില്ല. ലീ ഇപ്പോഴും ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. ജൂലി ആണെങ്കിലോ താഴെയുള്ള ഒരുപാട് പേരെ സാധാരണ ജനങ്ങളെ വരെ കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ലീയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അതിൽ ജൂമോ എന്ന് പറഞ്ഞിട്ട് അവൻ വരെയുണ്ട്.
ഇതേ സമയം നമ്മുടെ ചോയിയെ കാണിക്കുമ്പോൾ ചോയി ജോലിയെ കണ്ടുപിടിക്കാനായിട്ട് പോയേക്കാണ്. എന്നിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടി വീണ് എങ്ങനെയെങ്കിലും ജോലിയുള്ള സ്ഥലത്തേക്ക് വരും. അപ്പോഴേക്കാണ് ജോലി പെട്ടെന്ന് നമ്മുടെ ചോയിയെ കൺട്രോൾ ചെയ്യാനായിട്ട് വരും. ഇപ്പൊ ചോയി പറയും, ഇതോടെ നിർത്തിക്കോ, നിർത്താൻ പറഞ്ഞില്ലേ, നിങ്ങൾ കാരണം ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഭ്രാന്തന്മാരുടെ കൂട്ടമാണെന്ന് അറിയാം, എന്നിരുന്നാലും നിനക്കൊക്കെ ദൈവവിശ്വാസമല്ലേ, അതുകൊണ്ടൊന്ന് നിർത്താൻ പറയുമ്പോൾ ജോലി പെട്ടെന്ന് അവളെ കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ വിചാരിക്കുന്നവർ അവളുടെ കൺട്രോളിലാവുന്നത്. അതുപോലെ ജോലി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് മൈൻഡിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചോയി, ആദ്യം ഞാൻ പറയുന്നത് നീ കേൾക്കടി കഴുതേ, എന്നേക്കാൾ ശക്തി നിനക്ക് കൂടുതലുണ്ടായിരിക്കാം, പക്ഷേ നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത്രയും വലിയൊരു സൂപ്പർ പവർ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവള് വീണ്ടും ഞാൻ പറയുന്നത് കേൾക്കുന്നു പറഞ്ഞ് അവനെ ഒന്നുകൂടി കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ മതി മതി നിർത്ത്, വീണ്ടും വീണ്ടും ഇടയ്ക്ക് കയറിയിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ചോയിനെ സത്യം പറഞ്ഞാല് ജോലിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പ്രായത്തിലെ മുതിർന്ന ആൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് അറിയത്തില്ലേ എന്ന് പറഞ്ഞ് അവളെ ഉപദേശിക്കുമ്പോഴത്തേക്കാണ് പുറകിലൂടെ വന്ന സാറുണ്ടല്ലോ, അവള് ചോയിയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി, എന്നിട്ട് ചോയി അടിച്ചിട്ട് അവൻ നേരെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നു. എന്തോ അവൻ ആ ഒരു സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ താഴെ വീണിട്ട് എഴുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജോലി ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് താഴെ വന്ന് വീഴുന്നു. എന്താണെന്ന് വെച്ചാല് ചോയിയുടെ മേലിൽ അത്രയും നേരം അവളുടെ സൂപ്പർ പവർ അധികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവൾക്കും അത് നല്ലതുപോലെ അവളുടെ ശരീരത്തെ ബാധിച്ചു. അതുകൊണ്ട് അവളും മരിച്ച് താഴെ വീഴാൻ പോവാണ്. എന്നിട്ട് അവസാനമായിട്ട് സാറയോട് പറയുന്നുണ്ട്, അച്ഛൻ ആഗ്രഹിച്ചത് എന്താണോ അത് നടത്തണം, അതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ജോലി അവിടെ വെച്ച് മരിക്കുന്നു. അപ്പൊ ഇതുകൂടിയാവുന്നത് സാറയ്ക്ക് നല്ല ദേഷ്യമായിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജോലി മരിച്ചത് കൊണ്ട് ബാക്കി എല്ലാവരും നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയല്ലോ, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ലീയും എഴുന്നേറ്റ് എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ജേനി അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്നിട്ട് ചോദിക്കും, നിനക്ക് നല്ലതുപോലെ അടിയുണ്ടോ? അപ്പോൾ ലീ പറയും, ഇല്ല കുഴപ്പമില്ല എന്ന് പറയുന്നത്. ലീ ചോദിക്കും, അല്ല ആ വെടിമരുന്നുകൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജെനി ഒരു കത്തിയെടുത്ത് ലീ ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് അതുപോലെ ലീക്ക് ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് ഈ ഇന്റേണൽ ചർച്ച് ഉണ്ടല്ലോ, അതിലുള്ള ഒരാള് കിട്ടിയടി നിന്നെന്നും പറഞ്ഞ് ഓടി വന്ന് നമ്മുടെ ജെനിയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അയാൾക്ക് ജെനിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ കുത്തുന്നത്. ഹീറോ അയാളെ ഒരു ഒറ്റ അയാൾ തെറിച്ചു പോയിട്ട് ഒരു കാറിലേക്ക് ഇടിച്ച് അയാൾ താഴെ വന്ന് വീഴുന്നതും ഹീറോ ഇപ്പോൾ ജെനിയെ പിടിക്കുകയാണ്. ഇവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ ജെനി ഇപ്പോൾ റൂബിനുമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ലീയുടെ അടുത്ത് കിടക്കുന്ന ആ ഒരു ജെനി ആരാണ്? റൂബിൻ പറയും, ജെനി നിന്നെപ്പോലെ ദേ വേറൊരാൾ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജെനി പറയും, അപ്പോൾ ഞാൻ വീണ്ടും മരിച്ചോ, പിന്നിങ്ങനെ ഞാൻ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അത് വേറെ ആരുമല്ല, സാറേണ്ടല്ലോ, അവളായിരുന്നു. അവളാണ് രൂപം മാറി ജെനിയെ പോലെ ആയിട്ട് നമ്മുടെ ലീയെ കൊല്ലാനായിട്ട് വന്നത്. പക്ഷേ അത് യഥാർത്ഥ ജെനിയാണെന്നും പറഞ്ഞ് പുറകിലൂടെ വന്ന അയാള് സാറയെ കുത്തുകയും ചെയ്തു. അതുകൊണ്ട് സാറയും അവിടെ വെച്ച് മരിക്കുകയാണ്. സത്യത്തിൽ സാറയ്ക്ക് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ലീയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, ആ ഒരു ഇഷ്ടം അവസാനമായിട്ട് അവനോട് പറഞ്ഞിട്ടാണ് അവൾ മരിച്ചു പോകുന്നത്. ഇതേ സമയം നമ്മുടെ ജോലി ഉണ്ടല്ലോ, അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. സാറ കൂടി മരിച്ചത് കാണുന്നതും അവളുടെ മൊത്തം പവർ യൂസ് ചെയ്ത് ഈ നഗരത്തിലുള്ള എല്ലാവരെയും കൺട്രോളിലേക്ക് കൊണ്ടുവരും, അതും ചോയിയുടെ ഭാര്യ ഉൾപ്പെടെ. പക്ഷേ ചോയിയുടെ മകളെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അവൾ ആ ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നത് കൊണ്ട് അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ എല്ലാവരും നഗരത്തിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇവർ ചെയ്തിരുന്ന ആ ഒരു പ്ലാൻ എന്താണെന്നറിയോ, ആ ഒരു മരുന്നുകളെല്ലാം ഇപ്പോൾ വലിയൊരു ബലൂണിൽ കയറ്റിയിട്ട് അതുവഴി ഈ ഒരു നഗരത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന് താഴേക്കിട്ട് പൊട്ടിക്കുക. അപ്പോഴേക്കും എല്ലാ ജനങ്ങളിലേക്കും ആ ഒരു മരുന്നെത്തും. അതായിരുന്നു അവരുടെ പ്ലാൻ. ഇപ്പൊ ആ ഒരു ബലൂൺ അങ്ങനെ നഗരത്തിന്റെ നടുവിലൂടെ പോകുമ്പോഴത്തേക്കും ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത് തടയണമല്ലോ. ഇതേ സമയം ആ ഒരു മുത്തശ്ശിയും അവിടേക്ക് വരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ജെനിക്ക് ഒരു ഐഡിയ ഉള്ളത്. ജെനി ലീയോട് പറയും, ദൈവം നോക്ക്, എൻ്റെ കയ്യിലൊരു നല്ല ഐഡിയ ഉണ്ട്. എന്നെയും ചോയിനെയും റൂബിൻ നേരെ എടുത്ത് ആ ബലൂണിലേക്ക് എറിയണം. ചോയി ആ ഒരു ബലൂണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ചോയിനെ പിടിച്ച് ഞാൻ ബലൂണിലേക്ക് കയറും. എന്നിട്ട് ആ ബലൂൺ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ അതും കൊണ്ട് ടെലിപ്പോർട്ടായിട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കി ഞാൻ അതുപോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ലീ, വാദിയാരെ, നിങ്ങളാണ് എന്നെ പിടിക്കേണ്ടത്, താഴെ വീഴാതെ. ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്താലേ ഒരു കുഴപ്പമില്ലാവത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും പേടി. കാരണം ജെനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ജെനി പറയും, ആ ഒരു സയൻസ് പറഞ്ഞത് എന്താണ്, എന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളത്തില്ല എന്നാണ്, പക്ഷേ ഇതെങ്കിലും എനിക്ക് ചെയ്യണം, എന്നെ കൊണ്ട് കഴിയും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ റോബിനും ലേയ്ക്കും താല്പര്യം എന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല, എല്ലാവരെയും രക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് നമ്മുടെ ചോയിയും ഓക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചോയിനെയും ജെനിയെയും റോബിൻ അങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് ഒരു ഒറ്റ കയറ്. ഇവർ രണ്ടുപേരും അങ്ങനെ പറന്ന് മുകളിലേക്ക് പോവാണ്. നല്ല വേഗതയിൽ പറന്നു വന്ന് ചോയി അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ ഒരു കള്ളം പറഞ്ഞ് ആ ഒരു ബലൂണിൽ അങ്ങനെ ഒട്ടിയിരിക്കും. എന്നിട്ട് എന്താണ്, ജെനി പറഞ്ഞതുപോലെ തന്നെ
ചോയിനെ പിടിച്ച് അവള് നേരെ ആ ഒരു ബലൂണിന് മുകളിലേക്ക് കയറും. ആ സമയം കൊണ്ട് ചോയി പിടിവിട്ട് നേരെ താഴെ വീഴുന്നതും അവനെ നമ്മുടെ ലീ എങ്ങനെയെങ്കിലും താഴേക്ക് കൊണ്ടുവരും, നല്ല ഫോഴ്സിൽ വീഴാതെ. ഇപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നതും ജോലിയും തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറാൻ പോവാണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാണ്. പക്ഷെ അത് പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജെനി തൻ്റെ ടെലിപ്പോർട്ടേഷൻ പവർ വെച്ചിട്ട്, കാരണം ഇപ്പോൾ അവൾക്ക് നല്ലതുപോലെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും, അവളുടെ തലയിലേക്ക് 2 കൈയും വെച്ചിട്ട് അവൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ അവൾ ആ ഒരു ബലൂൺ ഉൾപ്പെടെ മൊത്തത്തിൽ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവൾ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമ്മുടെ ലിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ താഴെ വീഴാതെ പിടിക്കണമെന്ന്. പക്ഷെ കുറെ നേരമായിട്ടും പോയ ജെനി തിരിച്ചു വരുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതുമല്ല ജോലിയാണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് അവൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവളുടെ അച്ഛൻ്റെ ആഗ്രഹവും നടന്നില്ല. അവളുടെ പവറും അധികമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവളും പെട്ടെന്ന് മയങ്ങി താഴെ വീഴുന്നു. മരിച്ചോയില്ലേന്ന് അറിയത്തില്ല, അത് വ്യക്തമായിട്ട് കാണിക്കുന്നതുമില്ല. ഇപ്പൊ ഇവരെല്ലാവരും ഇത്രയും നേരം കാത്തു നിന്നിട്ടും ജെനി തിരിച്ചു വരാത്തത് കൊണ്ട് എല്ലാവർക്കും നല്ല വിഷമായി. എല്ലാവരും കരയാൻ തുടങ്ങാണ്. ഇപ്പൊ ജെനിയുടെ കൺട്രോളിലുണ്ടായിരുന്ന എല്ലാവരും നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. പക്ഷെ ജെനി മാത്രം തിരിച്ചു വരുന്നില്ല. ഇപ്പൊ ജെനിയെ കാണിക്കുമ്പോൾ ഏതോ ഒരു മരുഭൂമി പ്രദേശത്ത് ആ ബലൂണും എല്ലാ കാര്യങ്ങളും തകർന്നു കിടപ്പുണ്ട്. അതിനടുത്തായിട്ട് നമ്മുടെ ജെനിയുടെ കയ്യിൽ നിറയെ രക്തമായിട്ട് അവളും കിടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോയി തന്റെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും അവന്റെ ഭാര്യയ്ക്ക് അവനോട് വലിയ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പക്ഷെ അവന്റെ മകള് തന്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ട് അച്ഛനോട് ജീവിക്കാൻ തന്നെ അവൾക്ക് നല്ല അഭിമാനമുണ്ട്. അതുകൊണ്ട് ജോയി നല്ല ഹാപ്പിയാണ്. നമ്മുടെ റൂബിനാണെങ്കിലോ ജെനിയെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലുമില്ല. റൂബിൻ അല്ലെങ്കിലും പാവമാണ്, അതുകൊണ്ട് അവൻ എന്നും കരയും ജെനി ആലോചിച്ചിട്ട്. ഈ മുത്തശ്ശിയാണെങ്കിലോ ജെനി വരുന്നതും നോക്കി എന്നും തന്റെ ഷോപ്പിന് വെളിയിൽ കസാരയിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹീറോ ലീയും. ജെനി തിരിച്ചു വരുവോ ഇല്ലേ എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതില് അവൾ എവിടെ വെച്ചാണോ മറഞ്ഞുപോയത് ആ ഒരു സ്ഥലത്ത് തന്നെ എല്ലാ ദിവസവും വന്നും പോയി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതും ഇവർക്കെല്ലാവർക്കും ജെനി തിരിച്ചു വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെ പോയി. അതുകൊണ്ട് അവൾ മരിച്ചെന്ന് തീരുമാനിച്ച് അവൾക്ക് വേണ്ടിയിട്ട് ഒരു കല്ലറയെല്ലാം കെട്ടി എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞെന്താണ് ഈ വീട്ടിലെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ആഹാരം ഉണ്ടായി കൊടുക്കാണ്. അങ്ങനെ എല്ലാവരും ക്യൂവിൽ നിന്നിട്ട് ആഹാരം വാങ്ങിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യൂവില് ദേഹം മുഴുവൻ ഭയങ്കര നാറ്റമുള്ള ഭിക്ഷക്കാരിയെ പോലെയുള്ള ഒരു പെണ്ണ് വന്ന് ഫുഡ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇനിയിട് നല്ല വിശപ്പുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഈ മുത്തശ്ശി ഈ ഒരു ശബ്ദം എവിടെ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, നമ്മുടെ ജെനിയാണ്. അപ്പോൾ ജെനി ഒരിക്കലും മരിച്ചിട്ടില്ല. ഇപ്പൊ ഇത് കാണുന്നത് നമ്മുടെ റൂബിൻ, ചോയി, മുത്തശ്ശി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം കണ്ണ് നിറഞ്ഞ് കരയാണ്. ഇത്രയും നാൾ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജെനി പറയും, ഞാനൊരു മരുഭൂമിയിൽ ചെന്നിട്ട് ആ ഒരു ബലൂൺ പൊട്ടിത്തെറിച്ചു, പക്ഷേ എനിക്ക് തിരിച്ചു വരാനുള്ള പവർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വരാനായിട്ട് ഇത്ര ലേറ്റ് ആയത്. പിന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം നടന്നു വരണ്ടേ, ഒരു വിധത്തിലാണ് ഇവിടെ എത്തിയതെന്നെല്ലാം പറയുമ്പോൾ അവളുടെ അടുത്ത് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല, നല്ല നാറ്റമുണ്ട്. ഇപ്പൊ പാസ്പോർട്ടും ഇല്ല, കോഫി പൗഡർ കഴിച്ചിട്ട് അതിന് കാര്യമില്ല, അതുകൊണ്ടാണ് നടന്നു വരാനായിട്ട് ഇത്ര ലേറ്റ് ആയതെന്ന് അവൾ പറയും. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ലീ ആണെങ്കിലോ അവനും പെട്ടെന്ന് ജെനിയെ കാണാൻ വേണ്ടി ഓടി വരികയാണ്. ഓടി വന്നിട്ട് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ജെനി, ഹേയ് വാദിയാരെ, എന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, ഇല്ല നിന്നെ മിസ് ചെയ്തിട്ടില്ല. അല്ല നീ വരാനായിട്ട് ഇത്ര ലേറ്റ് ആയതെന്താ? കയ്യിൽ കാശില്ലായിരുന്നു, പാസ്പോർട്ട് ഇല്ല, എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ പവർ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നടന്നു വരാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. എന്തു പറ്റി വാദിയാരെ, എന്തു പറ്റി ഇങ്ങനെ ചോദിക്കാനായിട്ട്? എന്നെ കാണാതിരുന്നപ്പോൾ നല്ല വിഷമുണ്ടായിരുന്നു. അപ്പോൾ ലീ പറയും, അതല്ല എപ്പോഴും നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കതങ്ങ് ശീലമായിപ്പോയി. പക്ഷേ എന്നാലും അവൻ്റെ ഇഷ്ടം ഒരിക്കലും അവളോട് തുറന്നു പറയത്തില്ല. അങ്ങനെ ജെനി ഓടി ലീയുടെ അടുത്തേക്ക് വരാനായിട്ട് വരുമ്പോഴത്തേക്കും ലീ പെട്ടെന്ന് അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് അവൾ അവിടെ തന്നെ നിർത്തുകയാണ്. അടുത്തേക്ക് വരരുത്, പോയി കുളിച്ചിട്ട് പോവാൻ, നല്ല നാറ്റമുണ്ട്, ഒരിക്കലും അടുത്തേക്ക് വരുതെന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും, ഇല്ല വരൂ എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലീ ഉള്ളിൽ അവളോടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ 4 പേരും ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇവരുടെ 4 പേരുടെ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് അവർ പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുമിച്ച് തന്നെ ഒരു ടീമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിൽ 3 പേര് വെറും മണ്ടന്മാരാണെന്ന് മാത്രം, നമ്മുടെ ലീ ഒഴിച്ച്. അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ നമ്മുടെ ലീ ഉണ്ടല്ലോ അവൻ്റെ അമ്മയെ പോയി കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ അമ്മയും കിട്ടി, ഒരു കുഴപ്പമില്ല, അവനിപ്പോൾ ഒരു കുടുംബമുണ്ട്. ഇതേ സമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ അയാൾ മരിച്ചുപോയെന്നാണല്ലോ നമ്മളെല്ലാം വിശ്വസിച്ചത്, പക്ഷെ ഒരിക്കലും ഇല്ലായിരുന്നു. ജോലി അവസാനമായിട്ട് അയാൾക്കൊരു മരുന്ന് കുത്തിവെച്ചല്ലോ, ആ മരുന്ന് ഇപ്പോഴാണ് പ്രവർത്തിക്കുന്നത്. അയാൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അയാൾ തിരിച്ച് ജീവനോടെ തന്നെ വരുന്നുണ്ട്. ഒരുപക്ഷെ 2ാമത്തെ സീസൺ ഉണ്ടാവും എന്നുള്ളൊരു ഹിന്റ് തന്നിട്ടാണ് ഇവർ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്തായാലും 2ാമത്തെ സീസൺ വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. പറഞ്ഞതുപോലെ അന്ന് വേറെ പനിയോ കാര്യങ്ങളോ അലർജിയോ ഒന്നും ഇല്ലാതിരുന്നാൽ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സീരീസ് എത്തിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.